ഓം ശാന്തി. അവ്യക്ത ബാബ്ദാദ. ഇന്ന് അവ്യക്ത മുരളിയാണ്. 2 മുരളിയുണ്ട്. 6-4-91 10-4. 2 മുരളി കേൾക്കാനുള്ള കപ്പാസിറ്റി ആത്മാക്കൾക്ക് കുറഞ്ഞിരിക്കുക. ഒരു മുരളി തന്നെ ധാരാളം പോയിന്റുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ മുരളിയാണ് വായിക്കുന്നത്. ആദ്യത്തെ മുരളി ഇതാണ്, കർമാതീത സ്ഥിതി. കർമാതീത സ്ഥിതി എന്ന് പറയുമ്പോൾ ബാബ പറയാണ്, കർമ്മം കൂടി 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 വരും, സ്ഥിതിയും കൂടി 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 വരും. സ്ഥിതി എന്ന് പറയുമ്പോൾ ബാബ പറയാണ്, ഒരു യഥാർത്ഥ കർമ്മയോഗ സ്ഥിതി അല്ലെങ്കിൽ കർമാതീത സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, ബുദ്ധി, സംസ്കാരം എല്ലാത്തിലും ഭാരരാഹിത്യം ഉണ്ടായി. കർമ്മങ്ങള് കുറയില്ല, കർമ്മങ്ങൾ കൂടുകയുള്ളൂ. കർമ്മങ്ങൾ തീർന്നതിന് ശേഷം കർമാതീത സ്ഥിതി ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കും. ബാബ കർമാതീത സ്ഥിതി അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയുമ്പോൾ അതൊരു കലയാണ്. അപ്പോ കരാവൻഹാർ കലാരഹാകെ, ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു ഞാൻ ചെയ്തു എന്നൊരു വിചാരമേ പാടില്ല. കർമ്മത്തിൽ നമുക്ക് യാതൊരു ചിന്ത ഉണ്ടാകരുത്. അതായത് കർമ്മത്തിൽ ചിന്ത വരുന്നത് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനത്തെ ഒരു കർമ്മം വന്നത്. കർമ്മങ്ങളുടെ വലിപ്പച്ചെറുപ്പമുണ്ട്. ഈ കർമ്മങ്ങളുടെ വലിപ്പച്ചെറുപ്പം ഒരു കർമ്മയോഗിയെ ബാധിക്കില്ല. സഫായിയുടെ കർമ്മമാണ്, ചൂലെടുത്ത് തൂക്കുന്ന കർമ്മമാണെങ്കിലും, പാചകത്തിന്റെ കർമ്മമാണെങ്കിലും, ദുലായി അലക്കുന്ന കർമ്മമാണെങ്കിലും, ക്ലാസ് എടുക്കുന്ന കർമ്മമാണെങ്കിലും, യോഗ ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന കർമ്മമാണെങ്കിലും, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. കാരണം എല്ലാ കർമ്മങ്ങളും ശ്രേഷ്ഠമാണ്, പുണ്യമാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ. പിന്നെ കർമ്മഫലത്തിന്റെ ചിന്തകളാണ്. അതായത് ഞാനിത് ചെയ്തിട്ട് അതിന്റെ പൂർത്തീകരണം എങ്ങനെയാകും, പിന്നെ ആളുകൾ ഇതിനെക്കുറിച്ച് എന്ത് പറയും, നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് എന്ത് പ്രതിഫലം ഉണ്ടാകും എന്നുള്ളൊരു ചിന്തകളുണ്ടാവും. ഒരു കർമാതീത സ്ഥിതിയുടെ അടുത്തെത്താണെങ്കിൽ അല്ലെങ്കിൽ കർമ്മയോഗത്തിന്റെ അഭ്യാസത്തിലൂടെ ആ ചിന്തകളെല്ലാം ഇല്ലാണ്ടാവും. അതായത് കർമ്മത്തിലും ചിന്തയില്ല, ഫലത്തിലും ചിന്തയില്ല. അതായത് ജീവിതം ചിന്തയില്ലാത്ത ഭാരരഹിതമായ അവസ്ഥ. നിവർത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മത്തിൽ നിന്നും മാറി ഇരുന്ന് ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാക്കാം. പ്രവൃത്തി മാർഗം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ യാതൊരുവിധ ചിന്തയില്ലാത്ത അവസ്ഥയ്ക്കാണ് യഥാർത്ഥ ചിന്തയില്ലാത്ത അവസ്ഥ. അതാണ് കർമാതീത സ്ഥിതി. അത് ബാബ ചോദിച്ചത്, അത് നിങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൊണ്ടു. പഠിക്കുന്ന ഒരു കുട്ടി ഉദാഹരണമായിട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സേവ വരാണ്. അപ്പൊ ഒരു സേവ വരുമ്പോൾ നമുക്ക് ആ സേവനത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യണം. അവരും ചെയ്യണം. എങ്ങനെ ചെയ്യണം? ചിന്തിച്ച് ആലോചിച്ച് കൂടി ആലോചിച്ച്, ചിന്തിച്ചും ആലോചിച്ചും കൂടി ആലോചിച്ചും സേവ ചെയ്യണം. അപ്പൊ ബാബ പറയണു, ഈ സേവ എത്രയോ കൽപ്പങ്ങളിൽ നടന്നതാണ്. ഈ സേവ ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്. അപ്പൊ നമുക്ക് ആ സേവനത്തെ കുറിച്ച് യാതൊരുവിധ ഉത്കണ്ഠകളും ഉണ്ടാകരുത്. കർമ്മം വേഗത്തിൽ ചെയ്യണ്ടെന്നോ അർജന്റായിട്ട് ചെയ്യണ്ടെന്നോ അല്ല, പക്ഷെ വളരെ സമാധാനത്തോടു കൂടി വളരെ സുഖകരമായ രീതിയിൽ ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ നമുക്കുണ്ടാവുന്ന ചിന്ത, അന്നത്തെ ദിവസം മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആളുകൾ വന്നില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, പ്രോഗ്രാം മോശമായാൽ എങ്ങനെ ഉണ്ടാകും. പിന്നെയും വേറെ ചിന്ത വരുന്നത്, മറ്റുള്ള സെന്ററുകളിലെ പ്രോഗ്രാം ഇതിനേക്കാളും നല്ലതാണോ. ഇങ്ങനെ പല പല ചിന്തകളും അലട്ടാറുണ്ട്. ബാബ പറഞ്ഞു, ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടാകും. പഠിക്കുന്ന കുട്ടി സന്തോഷത്തോടു കൂടി പഠിക്കുക. അപ്പോൾ ആ പരീക്ഷ സന്തോഷമായിരിക്കും, റിസൾട്ട് എന്തായാലും സന്തോഷമായിരിക്കും. പഠിക്കുന്ന 10 മാസം ടെൻഷൻ പഠിക്കുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി. അല്ലെ, പരീക്ഷ നല്ലതാണെങ്കിൽ, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ പോയി ആത്മഹത്യ. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ്? കർമ്മയോഗത്തിന്റെ കല അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ബാബ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ കലാകാരൻ ബാബയാണ്. ഏറ്റവും വലിയ കല സന്തുലനത്തിന്റെ കലയാണ്. അപ്പൊ ഇന്ന് ആദ്യത്തെ വാണി, ചെറിയൊരു വാണി ഈ വിഷയത്തെ കുറിച്ചായിരുന്നു. രണ്ടാമത്തത്, ദിൽ തഖ്ത് നശീൻ और विश्व तख्त नशीन बनने के लिए सुख दो और सुख. ഹൃദയസിംഹാസനസ്ഥൻ, ബാബയുടെ ഹൃദയസിംഹാസനസ്ഥനും നാളെ വിശ്വസിംഹാസനസ്ഥനുമാകുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവർക്കും സുഖം കൊടുക്കുന്നവരും എല്ലാവരിൽ നിന്നും സുഖം എടുക്കുന്നവരുമായി മാറും. അപ്പൊ അതൊരു പ്രധാന ധാരണയുടെ വിഷയമാണ് ഈ മുരൾ. ആദ്യ വിശ്വക്കെ മാലിക് അപ്പനെ ബാലകസ്വ മാലിക് ബച്ചം കോ ദേഖ്. ഇന്ന് വിശ്വത്തിന്റെ അധികാരി ബാബ തന്റെ കുട്ടികളായതുകൊണ്ട്, അധികാരിയുടെ കുട്ടി അധികാരിയായിരിക്കും. ബാബയുടെ കുട്ടി ആയിട്ടാണ് നമ്മൾ അധികാരിയാവും. അങ്ങനെയുള്ള കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുക. സബി ബച്ചെ ഇസ് സമയ ഭി സ്വക്കെ മാലിക് ഹെ और अनेक जन्म भी विश्व के मालिक है. എല്ലാ കുട്ടികളും ഈ സമയത്ത് സ്വരാജ്യത്തിന്റെ അധികാരികളാണ്.
ഒപ്പം തന്നെ ബാബ പറയാണ് അനേക ജന്മങ്ങളിലെ അധികാരികളാകും. പരമാത്മാ ബാലക് മാലിക് ബൻ ജാത്തേ, പരമാത്മാവിന്റെ കുട്ടി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ അധികാരികളാകും. ബ്രാഹ്മൺ ആത്മായം അർത്ഥാത് മാലിക് ആത്മായം, ബ്രാഹ്മണ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അധികാരി ആത്മാക്കൾ. ഈ സമയം സർവ കർമ്മേന്ദ്രിയം കെ മാലിക് ഹോ അധീൻ ആത്മായ നഹി ഹോ, ഈ സമയത്ത് നമ്മൾ എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരികളാണ്, അധീന ആത്മാക്കൾ അല്ല. അധികാരി അർത്ഥാത് മാലിക്, അധികാരി എന്ന് പറയുമ്പോൾ എന്താണ്? യജമാനൻ, ഉടമസ്ഥനാണ്. കർമ്മേന്ദ്രിയം കെ വശീഭൂത് നഹി ഹോ इसलिए മാലിക് ഹോ, കർമ്മേന്ദ്രിയങ്ങൾക്ക് വശീഭൂതമാകുമ്പോൾ നമ്മൾ അധികാരികളല്ല. അപ്പൊ അതിലൊരു ഒരു ഒരു പ്രാസം അല്ലെങ്കിൽ അതിലൊരു സാധനം കിടപ്പുണ്ട്. അതായത് നമ്മളെ ബാബ പഠിപ്പിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരി ആകാതെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ തെറ്റ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബാബയുടെ ഹൃദയത്തിൽ കയറത്തില്ല. ബാബ പറയാണ് അധികാരിയെ ബാബയുടെ ഹൃദയത്തിൽ കയറൂ, ബാബയുടെ ഹൃദയത്തിൽ കയറിയാൽ മാത്രമേ വിശ്വത്തിന്റെ അധികാരിയാവൂ. അതുകൊണ്ട് ബാബ എടുത്തു ചോദിക്കുകയാണ്, കർമ്മേന്ദ്രിയങ്ങൾക്ക് വശീഭൂതമാകുന്നില്ലല്ലോ. ബാലകപ്പൻ കാ ഭി ഈശ്വരീയ നശ അനുഭവ കർത്തേ ഹോ അവർ സ്വരാജിക്ക് മാലികപ്പൻ കാ നശ ഭി അനുഭവ കർത്ത, ഞാൻ ഈശ്വരന്റെ കുട്ടിയാണെന്നുള്ള ഒരു ലഹരി ഉണ്ടാകും. അപ്പൊ ബാബ പറയണു ഈ കർമ്മയോഗ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ സംഗമത്തിന്റെ മാർഗത്തിൽ ഈശ്വരൻ അധികാരിയായിട്ട് അവിടെ നിന്ന് തരുന്നു, അല്ലെങ്കിൽ പലതും നമുക്ക് നേരിടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈശ്വരന്റെ കുട്ടിയാണെന്നുള്ളൊരു ലഹരി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ബാബ പറയണു ഞാൻ സ്വരാജ്യത്തിന്റെ അധികാരിയാണെന്നുള്ള ലഹരിയും ഉണ്ടാകണം. ഡബിൾ നശാഹി, ഡബിൾ ലഹരിയാണ്. നശയ്ക്ക് നിശാനിഹെ അവിനാശി റുഹാനി ഖുഷി. അപ്പോൾ ലഹരിയുടെ അടയാളം അവിനാശിയായ ആത്മീയ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞത്? ആത്മീയ സന്തോഷം ഏറി 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 വന്നുകൊണ്ടിരിക്കും, അല്ലെ? റുഹാനി റോയൽറ്റിയും റിയൽറ്റിയുമുള്ള ആത്മാക്കൾക്ക് ആത്മീയ സന്തോഷം കുറയില്ല, കയറി ഇറങ്ങി കിടക്കത്തില്ല. അവർ അത് കൂടി 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 വരും. കാര്യം എന്താണ്? എത്രത്തോളം നമ്മൾ അകത്തേക്ക് പോകുന്നു, എത്രത്തോളം നമ്മൾ പഞ്ചതത്വങ്ങളിൽ നിന്ന് വിടുന്നു, എത്രത്തോളം നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിടുന്നു, എത്രത്തോളം നമ്മൾ ആത്മാവിലേക്ക് ചേരുന്നു, അത്രത്തോളം ആത്മാവിലിരിക്കുന്ന ആനന്ദം കൂടുതൽ 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 നമ്മൾ അനുഭവിക്കും. പുറം ലോകത്തിന്റെ ആനന്ദം എന്താണ്? അത് സ്വല്പമുള്ളൂ, പക്ഷെ അത് പെട്ടെന്ന് ഇളകിപ്പോകും. കാര്യം നമുക്ക് ഒരു നല്ല ആഹാരം കഴിച്ച ഒരു സന്തോഷമായി, പിറ്റേ ദിവസം രോഗമാണ്, ഡോക്ടർ പറയാണ് ഒരു ആഹാരവും കഴിക്കരുതെന്ന് പറയുമ്പോൾ ആ സന്തോഷം അവിടെ തീർന്നു പോകും. അപ്പൊ ബാഹ്യലോകത്തിന്റെ സന്തോഷം, ഇന്ദ്രിയ സന്തോഷം നിലനിൽക്കുന്നതല്ല. എന്നാൽ ആത്മീയ സന്തോഷം ബാബ പറയാണ് അവിനാശിയാണ്. സദാ അപ്പനേക്കോ വിശ്വമേ ഖുശിനസീബ് ആത്മായം സമച്ചിട്ട്, സദാ ഈ ലോകത്തിലെ ഭാഗ്യശാലിയായ ആത്മാവാണ് ഞാൻ എന്ന് അനുഭവിക്കുന്നുണ്ട്, വിചാരിക്കുന്നു. വാഹ് മേരാ ശ്രേഷ്ഠ ഭാഗ്യം അർത്ഥാത് ശ്രേഷ്ഠ നസീബ്, ആഹാ എന്റെ ശ്രേഷ്ഠ ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ ശ്രേഷ്ഠമായ ആ നസീബ്, എത്ര ശ്രേഷ്ഠമായ ഭാഗ്യം. കരുതണമെങ്കിൽ ഈശ്വരൻ നമ്മള് പരമമായ ആനന്ദത്തിലേക്കുള്ള ഒരു മാർഗത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് ചിന്ത വരും, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ്, ബ്രാഹ്മണരായാലും പ്രതിസന്ധികളാണ്, ദുഃഖങ്ങളും വരുന്നു. ബാബ പറയാണ്, അതെപ്പോഴും ബാബ എന്താ പറഞ്ഞത്? കർമ്മത്തിന്റെ കണക്കുകൾ ഞാൻ തീർത്ത് പോയിക്കൊണ്ടിരിക്കും, അല്ലെ? കൃഷ്ണന്റെ ജീവിതം, കൃഷ്ണനാണ് യോഗേശ്വരൻ എന്ന് പറയുന്നത്. ആ കൃഷ്ണന്റെ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി, എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, അപവാദങ്ങള്, മണിമോഷ്ടിച്ചു, പിന്നെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കണ്ടമാനം ഇതായിരുന്നു. പക്ഷെ അതെല്ലാം പുഞ്ചിരിയോടുകൂടി അതിജീവിച്ചു പോയിട്ടാണ് അവസാനം സ്വർഗാരോഹണം ഉണ്ടാവുന്നത്. അപ്പൊ ബാബ പറയാണ്, തൽക്കാലം അത് നമ്മൾ മുൻഗണന കൊടുക്കരുത്, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കരുത്. പകരം നമുക്ക് ഇതിൽ കൂടെ ഇത് കടന്ന് അപ്പുറത്തേക്ക് എത്തുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് ബാബ നമുക്ക് ഒരു അറിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർഗത്തിൽ അല്ലെങ്കിൽ ആ തോണിയിൽ കയറിയിരിക്കുന്ന നമ്മൾ വളരെ ഭാഗ്യശാലികളാണ്. ഖുശി നസീബ് ബി ഹോ അവർ സദാ ഖുഷിക്ക് ഖുറാക്ക് ഖാത്തെ അവർ ഖിലാത്തെ, നമ്മൾ ഭാഗ്യശാലികളാണ്. ബാബ പറയാണ്, സദാ സന്തോഷത്തിന്റെ ടോണിക്ക് നമ്മൾ കുടിക്കണം, സദാ സന്തോഷത്തിന്റെ ടോണിക്ക് കുടിപ്പിച്ചുകൊണ്ടിരിക്കണം. ബാഹ്യമായി നമ്മൾ നോക്കുമ്പോൾ സന്തോഷിക്കാനില്ല, സുഖമില്ല, അല്ലെങ്കിൽ വലിയ വലിയ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതവിടെ കിടക്കും, അത് കടന്നു പോയിക്കോളും, അതൊക്കെ എല്ലാ രംഗങ്ങളും കടന്നു പോയിക്കോളും. പകരം ബാബ എന്താ പറയുന്നത്? നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. സാത്ത് സദാ ഖുഷിക്ക് ഝൂലേമേ ഝൂലത്തെ രഹത്തേഹോ, അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കണം. അവരൊക്കെ ബി ഖുഷിക്ക മഹാദാൻ ദേ ഖുശി നസീബ് ബനാത്ത്, മറ്റുള്ളവർക്കും നമ്മൾ സന്തോഷം ദാനം ചെയ്ത് അവരെയും കൂടി ബാബ പറഞ്ഞ് സന്തുഷ്ടമാണ്. അപ്പൊ ദൈവം ഒരു ഓർഡർ പറയാണ്, എവിടെ വരുന്നത്? പൊട്ടിയ ദുഃഖങ്ങളുടെ ലോകമാണ്, പൊട്ടിയ ദുഃഖങ്ങളുടെ ലോകമാണ്.
ബാബ എപ്പോഴും എന്താ പറയുന്നത്, ദുഃഖത്തിന്റെ മലകൾ ഈ ലോകത്ത് ഇടിഞ്ഞു വീഴാം. അവിടെ ഈശ്വരൻ നമ്മളോട് പറയാണ്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ആളുകൾ പറയും മനുഷ്യൻ ദുഃഖിക്കുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ബാബ പറഞ്ഞു അത് വേറെ കാര്യം. നമ്മളോട് സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കരുത്. ബാബ നമ്മൾ സന്തോഷമായിട്ട് 4 സന്തോഷം കൊടുക്കുമ്പോൾ അത് 8 വരും. സാത്ത് സാത്ത് സദാ खुशी के झूले में झूलते रहते हो, औरों को भी खुशी का महाधन दे कुछ नसीब बनाते हो, ऐसे अमूल्य हीरे तुल्य जीवन बनाने वाले. അങ്ങനെയുള്ള അമൂല്യമായ വൈരതുല്യ ജീവിതം ആക്കിയെടുക്കുന്ന സമയമാണ് ഇത്. അപ്പൊ ആക്കിയെടുക്കുന്ന സമയമാണ്, ആയിട്ടില്ല. ബൻഗയെ അഭി ബനനാഹി, ആയി കഴിഞ്ഞോ? ബാബയ്ക്കനായി കഴിഞ്ഞോ അതോ ആകേണ്ടിയിരിക്കുന്നുവോ? ബ്രാഹ്മൺ ജീവൻ കാ അർത്ഥ ഹി ഹെ ഖുശി മേ രഹന, ഖുശി കി ഖുറാക് ഖാന, ഖുശി കെ ഝൂലെ മേ രഹന. ബ്രാഹ്മണ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ബാബ പറയുന്നു സന്തോഷമായി കഴിയണം, സന്തോഷത്തിന്റെ ടോണിക്ക് കഴിക്കണം, സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടണം. ഇതൊന്നും ബാഹ്യമായ കാര്യമല്ല എന്ന് ആലോചിച്ചു. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഊഞ്ഞാലിൽ ആടാൻ, അല്ലെങ്കിൽ ബാബ പറയേണ്ട അമ്മ മരങ്കിത്തോ അലിവാഖാൻ, അമ്മ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ അലിവ് വെച്ച് കഴിക്കണം. അത് സ്ഥൂലമായിട്ട് വെച്ച് കഴിക്കാനല്ല, അമ്മയുടെ ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോയി അപ്പൊ ആന്തരികമായ സന്തോഷത്തിൽ കഴിയണമെന്നുണ്ട്. അപ്പൊ ബാബ പറയണം ജ്ഞാനം കൊണ്ട് ആന്തരികമായ സന്തോഷം. നമുക്കൊരു ദുഃഖം വരും, അപ്പൊ ബാബ അത് കർമ്മത്തിന്റെ കണക്ക് തീരാണ്. ദുഃഖത്തിന്റെ കണക്ക് തീരുമ്പോൾ ബാബയുടെ സന്തോഷമല്ലേ വേണം. നമുക്ക് വലിയൊരു സുഖത്തിന്റെ ഒരു ഇത് വന്നു, ബാബ അത് പുണ്യത്തിന്റെ കണക്ക് തീരാണ്. അതിലെന്തിനിത്ര അമിതമായിട്ട് സന്തോഷിക്കേണ്ടത് അല്ലെ? ഒരു സുഖത്തിന്റെ ഇത് വരുമ്പോൾ നമ്മുടെ പുണ്യത്തിന്റെ കണക്കിന്റെ സ്റ്റോക്കാണ് തീരുന്നത്. അതിലെന്തിനും അമിതമായിട്ട് സന്തോഷിക്കണ്ട, സന്തോഷിക്കാതിരിക്കണ്ട. അപ്പൊ ബാബ പറയുന്നത് സദാ ഒരുപോലെ അങ്ങ് സന്തോഷമായിട്ടിരിക്കണം. ഐസേ ബ്രാഹ്മൺ ഹോന, അങ്ങനെയുള്ള ബ്രാഹ്മണരല്ലേ. സിവായ ഖുശിക്ക് അവർ ജീവൻ ഹി ക്യാ ഹി, ബാബയ്ക്കാണ് സന്തോഷമില്ലെങ്കിൽ ഈ ജീവിതം എന്താണ്? ജീവൻ ഹി ഖുശി, ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. ഖുശി നഹീന്തോ ബ്രാഹ്മൺ ജീവൻ നഹി, സന്തോഷമില്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതം ഇല്ല. ഖുശി രഹനാഹി ജീനാഹി അല്ലെ. ബാബ പറയുന്നത് സന്തോഷമായി ഇരിക്കുന്നതാണ് ജീവിക്കുക എന്ന് പറഞ്ഞു. സന്തോഷമില്ലാത്ത നിമിഷങ്ങൾ ജീവിതമല്ല എന്ന് ബാബ പറയും. आज बाप दादा सर्व बच्चों का पुण्य का घाता देख रहे थे, क्योंकि आप सभी पुण्य आत्माएं हो. ഇന്ന് ബാബ് ദാദ എല്ലാ കുട്ടികളുടെയും പുണ്യത്തിന്റെ ശേഖരിപ്പൊന്ന് നോക്കാൻ. കാരണം പുണ്യമാണ് സന്തോഷമായി മാറും. തോന്നിയമാതിരി അതും ഇതൊക്കെ കാണിച്ചിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ബാബ അത് കൃത്യമായ സന്തോഷം, ആന്തരിക സന്തോഷം പുണ്യത്തിന്റെ ഫലമാണ്. അപ്പോൾ ബാബ ഇന്ന് കുട്ടികളുടെ പുണ്യത്തിന്റെ കണക്ക് നോക്കായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ കുട്ടികൾ എല്ലാവരും പുണ്യാത്മാക്കളാണ്. പുണ്യക്കാ ഗാഥ അനേക ജന്മം കേലിയ ജമാ കറേ, അനേക ജന്മങ്ങൾ സന്തോഷമായിട്ടിരിക്കാനുള്ള പുണ്യത്തിന്റെ കണക്കാണ് ശേഖരിക്കും. ദേവതകൾ വാമഭാഗത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഇവിടെ അവിടെ കൂടെ പറയാറുണ്ട്. ദേവതകൾക്ക് പുണ്യക്ഷയം സംഭവിച്ച് അവര് വാമഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പൊ ആ പുണ്യം എവിടുന്നായിരുന്നു സമ്പാദിച്ചത്? സംഗമയുഗത്തിൽ ജ്ഞാനം, യോഗം, ധാരണ, സേവനം, ഈ 4 വിഷയങ്ങളിൽ കൂടെ ശേഖരിച്ച പുണ്യം അത് ദ്വാപരത്തോടുകൂടി ത്രേതായത്തിന്റെ അവസാനം തീർന്നു പോയപ്പോഴാണ് നമ്മൾ താഴേക്ക് പോയത്. അപ്പൊ ബാബ നോക്കുന്നത് പുണ്യത്തിന്റെ കണക്ക് എത്രത്തോളമായി. സാരേ ദിൻമേം പുണ്യ കിത്തന ജമാ ചെയ്യുക, ഒരു ദിവസത്തിൽ നമ്മൾ എത്ര പുണ്യം സമ്പാദിച്ചു. ഏത് സ്വയം ബി ചെക്ക് കർ സക്തേ ഹോന, അത് നമുക്ക് അവരോർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഏക് ഹേ ദാന കർണ, ദൂസര ഹേ പുണ്യ കർണ, ഒന്ന് ദാനം ചെയ്യുക, 2 പുണ്യം ചെയ്യുക. ദാനസേ ബി പുണ്യക്ക ജാത മഹത്വം, ദാനത്തിനേക്കാളും മഹത്വം പുണ്യത്തിന്. അപ്പൊ ദാനം ഒരു പുണ്യകർമ്മം തന്നെയാണ്. ദാനത്തിനേക്കാളും മഹത്വം അവർ ഏതൊരു കർമ്മവും നമുക്ക് പുണ്യകർമ്മമാക്കി മാറ്റാൻ പറ്റും. എല്ലാം ദാനമാകണമെന്നില്ല. പുണ്യകർമ്മ നിസ്വാർത്ഥ സേവാഭാവിക കർമ്മം. പുണ്യകർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? നിസ്വാർത്ഥമായ സേവാഭാവത്തിലുള്ള കർമ്മം. പുണ്യകർമ്മ ദിഖാവാ നഹി ഹോത്ത ലേക്കിൻ ദിൽ സേ ഹോത്ത. പുണ്യകർമ്മം ബാബ പറയാണ് അത് കാണിച്ചു കൂട്ടാനുള്ളത്, മറ്റുള്ളവരെ കാണിക്കാനായിരിക്കില്ല. പകരം നമ്മളത് ഹൃദയപൂർവ്വം ആവശ്യമാണ്, ഒരു കാര്യം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി, ഗീതയിലൊരു വാക്കുണ്ട്, ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിന്റെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാണ്ട് ചെയ്യും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഒരു കാര്യം ആവശ്യമാണ്, പക്ഷെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്യണം. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ ആ കർമ്മം ചെയ്യുന്നതാണ് സ്വാത്വികമായ കർമ്മം. ഒരു കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ കർമ്മം ചെയ്യുന്നില്ല, അത് സ്വാത്വികമായ ത്യാഗമല്ല. ത്യാഗമാണ് അവിടെ. കർമ്മം വേണ്ടാന്ന് വെച്ചു, അത് സ്വാത്വികമായ ത്യാഗമല്ല. ചെയ്യേണ്ടതായ കർമ്മം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മളത് ചെയ്യുന്നതാണ് സ്വാത്വികമായ ത്യാഗം അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ബാബ പറയാണ് കർമ്മം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മം ബാബ പറഞ്ഞു ഹൃദയത്തിൽ കൂടെ ചെയ്യും.
ദാൻ ദിഖാവാ ബി ഹോത്താ ഹെ ദിൽ സെ ബി ഹോത്താ. ദാനം ചെയ്യുന്നത് ബാബ പറയാണ് അത് കാണിച്ചു കൂട്ടാനും വേണ്ടി ചെയ്യാം, അതേപോലെ തന്നെ ഹൃദയപൂർവ്വം നമ്മൾ ചെയ്യും. നമ്മളൊരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കും. അപ്പൊ ഇപ്പൊ എല്ലാത്തിനും എന്താണ് ഈ വാട്സപ്പുകാർ ഓടി നടക്കാണ്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് അയക്കണം. അപ്പൊ നമ്മളും വിചാരിക്കും 5-6 പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ ആരെങ്കിലും ഒരു ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ കൊള്ളാമെന്ന് വിചാരിക്കും. അപ്പൊ ബാബർ അതിനൊക്കെ പുണ്യം അങ്ങ് പോകാണ് ചെയ്യും. ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്ന അയാളുടെ വിശപ്പ് മാറാൻ വേണ്ടി, വേറെ ഒന്നിനും വേണ്ടി. ഗോപിനാഥ് മജിഷ്യൻ ഉണ്ടല്ലോ, അദ്ദേഹം എന്റെ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ ഞാൻ എത്താണ്. 200 ഭിന്നശേഷിക്കാരായ കുട്ടികളെ എടുത്ത് എല്ലാ വിധത്തിലും അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നിസ്സാരമായ കാര്യമല്ല അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് സമൂഹത്തില്. അതുകൊണ്ട് ഇനി ഞാൻ മാജിക്കിനൊന്നും പോകണില്ല, എനിക്കിതാണ് എന്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിന് തൃപ്തിയായി. ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യം. എനിക്കിപ്പോ തൃപ്തിയായി. ഞാനിപ്പോ 200 ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അച്ഛനായി. കോട്ടയത്ത് നമ്മൾ ഇതിൽ വായിച്ചു, കുറച്ച് നല്ല കാര്യങ്ങൾ വരുമല്ലോ. അതായത് ധാരാളം ഈ ആളുകളില്ലാത്ത അമ്മമാരെ എടുത്ത് വളർത്തുക, എല്ലാ രീതിയിലുള്ള ഇത് കൊടുക്കും. അത് വാട്സപ്പിൽ കൂടെ ഒക്കെ വന്നോട്ടെ, അതിൽ ഒരു കുഴപ്പമില്ല. അതിന് പ്രചരണം കിട്ടിക്കോട്ടെ. പ്രചരണം കിട്ടണ്ട എന്ന് വിചാരിക്കേണ്ട. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. ഭാവനം കാണിക്കാനും വേണ്ടി ചെയ്യാം, നമ്മൾ ഹൃദയത്തിൽ നിന്നും ചെയ്യാം. पुण्य कर्म अर्थात आवश्यकता के समय किसी आत्मा के सहयोगी बनना अर्थात काम्यमान. പുണ്യകർമ്മം എന്ന് പറയുമ്പോൾ ആവശ്യകതയുടെ സമയത്ത് ഏതെങ്കിലും ആത്മാവിന്റെ സഹയോഗി ആകുക, അതായത് കർമ്മം ചെയ്യും. ഒരു പലതരം ആൾക്കാരുണ്ടാവും. ഒരു ആവശ്യകതയുടെ സമയത്ത് മാറിക്കളയും. അതിന് പല പല കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യും. ആവശ്യകതയുടെ സമയത്ത് മാറിക്കളയുന്നവരുണ്ട്, ആവശ്യകതയുടെ സമയത്ത് സഹായിക്കുന്നവരുണ്ട്. വീണ് കിടക്കുമ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും, കുറ്റം പറയുന്നവരുണ്ടാവും, എന്നിട്ട് മാറി നിൽക്കും. വീണ് കിടക്കുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവരുണ്ടാവും, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവും. പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പൊ ബാബ പറയണം ആവശ്യകതയുടെ സമയത്ത് സഹയോഗം കൊടുക്കണം, അതായത് അത് പ്രവർത്തിക്കണം. पुण्य कर्म करने वाली आत्मा को अनेक आत्माओं के दिल की दुआएं प्राप्त हुई. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആത്മാക്കൾക്ക് അനേക ആത്മാക്കളുടെ ഹൃദയത്തിൽ നിന്നുള്ളൊരു അനുഗ്രഹം ലഭിക്കും. सिर्फ मुख से शुक्रिया व थैंक्स नहीं कहते, लेकिन दिल की दुआएं गुप्त प्राप्ति जमा होते जाती. കേവലം വായിലൂടെ ഒരു താങ്ക്സ് പറയല്ല, നന്ദി പറയല്ല, പകരം ബാബ പറയണം അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരു അനുഗ്രഹം വരും. ആ തക്ക സമയത്ത് സഹായിച്ചതിന് ഒരു അനുഗ്രഹം. തക്ക സമയത്ത് യജ്ഞത്തിൽ തന്നെ ഞാൻ ഈ ചേർത്തലയിലായിരുന്ന സമയത്താണ് എറണാകുളത്ത് നിന്ന് ശങ്കർ പാർട്ടി അകത്തേക്ക്. നമുക്കത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. കുറെ പേര് ശങ്കർ പാർട്ടിയിലേക്ക് അങ്ങ് പോയി. നമ്മളതിനെ നേരിട്ടു, കുറച്ചുപേര് പോയി. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഈ ആളുകളെ മനസ്സിലാവുന്നത്. ചിലര് നമ്മളെ കുറ്റം പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ചിലരോടുള്ള ഇതുകൊണ്ടാണ് ചിലർ അങ്ങനെ പോയി, ചിലർ ഇങ്ങനെ പോയി. ചിലർ അതിശക്തമായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് അതിനങ്ങ് നേരിട്ടു. അവരാ ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ പശ്ചാത്താപമായി, അത് വേറെ കാര്യം, അതൊക്കെ പൊളിഞ്ഞു ഇതായിപ്പോയി. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, പോകേണ്ടവർ പോകട്ടെ, ഡ്രാമയിൽ അങ്ങനെയാണ്. പക്ഷെ അവർ വല്ലാത്തൊരു ഡീവിയേഷനിലേക്ക് പോയിട്ട് ഈ യജ്ഞത്തിൽ ഏറ്റവും വലിയ പാപകർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ ഡീവിയേഷൻ ഉണ്ടാക്കുന്നതാണ്. ഒരു വീട്ടിലെ ഏറ്റവും വലിയ പാപകർമ്മം എന്ന് പറഞ്ഞാൽ ആ വീട് പൊളിക്കുക. വീട് പൊളിക്കും, വീട്ടിൽ പക്ഷപാതം ഉണ്ടാവും. ഒരു യജ്ഞത്തിലും ബാബ പറയാറുണ്ട് ഏറ്റവും വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ യജ്ഞത്തിൽ വിഭാഗീയതകൾ ഉണ്ടാക്കും. അതിൽ ഏറ്റവും വലിയൊരു വിഭാഗീയതയാണ് ശങ്കരൻ ചെയ്യുന്നത്. അറിഞ്ഞും അറിയാതെയും ബാബയുടെ കുട്ടികളാണല്ലോ കൂടെ നിൽക്കും. ചിലര് അത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായി, ചിലര് ഇതിലുള്ള അപ്രിയം കൊണ്ടായിരിക്കും, പല പല കാരണങ്ങൾ. എന്തായാലും ഒരു ഡീവിയേഷന് ഭാഗത്ത് നിൽക്കുകയാണെങ്കിലും അപ്പൊ അവര് അങ്ങനെ പോകാതിരിക്കാൻ നിമിത്തമായിരിക്കുന്നവര് ശ്രമിക്കണം. എന്നിട്ട് പോകുന്നവർ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ സെന്ററുകളുടെ ഇതിലാണെങ്കിലും യജ്ഞത്തിലാണെങ്കിലും അവസാന സമയത്ത് ഒരു ആഹാരവും കൊടുക്കാനില്ല. അവസാനം കുറച്ചു കുട്ടികൾ എന്ത് ചെയ്തു, ബാബയെ കുറ്റം പറഞ്ഞിട്ട് പോയി. ഇത് ദൈവത്തിന്റെ എന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ ഒരു ചപ്പാത്തി പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് 14 വർഷം തന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വളർത്തിയ കുട്ടികള് കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. കുറച്ചു കുട്ടികൾ ബാബയുടെ കൂടെ ചിരിച്ചുകൊണ്ട് നിന്നു. ബാബ പട്ടിണിയാണെങ്കിൽ പട്ടിണി, ഭരിക്കാണെങ്കിൽ ബാബയുടെ കൂടെ കിടന്നു. അപ്പൊ അവരാണ് ബാബ പറയുന്നത് ഇഷ്ടികയില് മൂത്ത് വളർന്ന ഇഷ്ടിക. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം ആരായിരിക്കും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും യജ്ഞപരമായിട്ടും സത്യതയും സഹയോഗം ഉള്ളത്, ആരായിരിക്കും അവിടെ ഭാരപണിയാൻ വേണ്ടി ചിലത്. ആ കിട്ടിയ ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അപ്പൊ ബാബ പറയാണ് ഒരു ആവശ്യകതയുടെ സമയത്ത് ആരാണോ ഹൃദയത്തിൽ നിന്നും ഒരു സഹയോഗം കൊടുക്കുന്നത് അവർക്ക് ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകും.
पुण्य आत्मा परमात्मा दुआएं ആത്മാവും की दुआएं इस प्राप्त हुए प्रत्यक्ष फल से भरपूर होते. അങ്ങനെയുള്ള പുണ്യാത്മാക്കള് പരമാത്മാവിന്റെ അനുഗ്രഹത്താലും ആത്മാക്കളുടെ അനുഗ്രഹത്താലും ഈ സമയത്ത് തന്നെ പ്രത്യക്ഷ ഫലമായിട്ട് നമുക്കൊരു ശക്തി നമുക്ക് അനുഭവപ്പെടും. ഒരാളുടെ ഒരു അനുഗ്രഹത്തിന്റെ ഫലമാണ്. എപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കും, എടാ അച്ഛനും അമ്മയുടെ അനുഗ്രഹം മേടിക്കും, അല്ലെ, അധ്യാപകന്റെ അനുഗ്രഹം മേടിക്കണമെന്ന് പറയും. തിരിച്ചും പറയാറുണ്ട്, അവർ ശാപം മേടിച്ചെങ്കിലെന്ന് പറയും. കാരണം അനുഗ്രഹം കിട്ടേണ്ടവർ ശപിക്കുകയാണെങ്കിൽ അത് വലിയൊരു ദോഷം ഉണ്ടാകും. എന്റെ പ്രവൃത്തി കൊണ്ട് അനുഗ്രഹം മേടിക്കേണ്ടതാണ്, പക്ഷെ എന്റെ പ്രവൃത്തി കൊണ്ട് ശാപമാണ് മേടിച്ചു കൊടുക്കുക. അതുകൊണ്ട് പറയും, വീട്ടിൽ വരുന്നവരുടെ ഇത് മേടിക്കല്ലേ, വീട്ടിലൊരു അതിഥിയായിട്ട് വരുന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കും, അവർ അവമാനിച്ചു വിടരുത്. അതിഥി ദേവനായിട്ട് കാണും. അച്ഛൻ, അമ്മ, ആചാര്യൻ, ഈ 3 പേര് നമ്മൾ ശപിച്ചാല് ഏറ്റുപോകുന്ന പറയുന്നത്. അപ്പൊ അവരുടെ എന്ത് ചെയ്യണം? അനുഗ്രഹം വാങ്ങണം. അപ്പൊ ബാബ പറയാണ്, ഈ അനുഗ്രഹം അങ്ങനെ വെറുതെ കിട്ടുന്ന സാധനമാണ്. നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ട് ഓട്ടോമാറ്റിക്കലി അനുഗ്രഹം കിട്ടും. അനുഗ്രഹത്തിൽ നമ്മൾ നിറയുകയും ചെയ്യും. ഈ കുരുത്തം കെട്ടവൻ എന്ന് വിളിക്കാറുള്ളൂ. നമ്മൾ കുഴപ്പങ്ങൾ കാണിക്കുക, കുരുത്തം കെട്ടവന്, അതായത് ഗുരുവിന്റെ ശാപം കിട്ടിയവനെന്ന് വിളിക്കും. പുണ്യ ആത്മാക്കി വൃത്തി ദൃഷ്ടി അവരോംകോപി ദുബായം അനുഭവകരാതി. പുണ്യ ആത്മാക്കളുടെ വൃത്തിയും അവരുടെ ദൃഷ്ടിയും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹം കൊടുക്കും. അതായത് അവർക്ക് തോന്നും അവരുടെ ഒരു അനുഗ്രഹം. പുണ്യ ആത്മാക്കെ ചഹരെ പർ സദാ പ്രസന്നത സന്തുഷ്ടതാക്കി ഛലക്ക് ദിഖായി തരും. പുണ്യ ആത്മാക്കളുടെ മുഖത്ത് സദാ പ്രസന്നത ഉണ്ടായിരിക്കും, സദാ സന്തുഷ്ടതയുടെ ഒരു വെളിച്ചം കാണപ്പെട്ടു. पुण्य आत्मा सदा प्राप्त हुए फल के कारण अभिमान और अपमान से परे रहते हैं, क्योंकि वह भरपूर बादशाही है. പുണ്യ ആത്മാവ് ഈ പുണ്യം സമ്പാദിച്ചതിന്റെ ഫലം കാരണം അവര് അഭിമാനത്തിൽ നിന്നും അപമാനത്തിനും ഉപരിയാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അകത്ത് നിറഞ്ഞിരിക്കും. ഈ അകത്ത് നിറവില്ലാത്തവരാണ് യാചിച്ച് നടക്കും. സ്ഥാനമാനാദികൾക്ക് എനിക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പാരപെടുന്നു. നിങ്ങൾ എന്നെ അംഗീകരിക്കാമോ? ഞാനുണ്ട്, ഇല്ലേ? ഇല്ല, ഞാനില്ലാന്ന്, അല്ലെ? അപ്പൊ ബാബ പറയാണ്, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ ഉണ്ട്, നല്ലത് പറഞ്ഞില്ലെങ്കിൽ ഇല്ല. അപ്പൊ ബാബ പറഞ്ഞത് നിറയാത്ത ആത്മാവായതുകൊണ്ടാണ്. അവര് ദാഹിക്കാണ്, എന്തെങ്കിലും എനിക്ക് നിറച്ചു തരണം, നിറച്ചു തരണം. ബാബ പറഞ്ഞ ഒരു പുണ്യം ചെയ്യുന്ന ഒരാള് അത് നിറഞ്ഞിരിക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാൽ അഭിമാനവുമില്ല, അപമാനത്തിനും അപ്പുറമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവര് നിറവുള്ള സാമ്രാട്ടുകളാണ്. അഭിമാൻ അവർ അപമാനസെ ബേഫിക്കർ ബാദിഷ. അവര് അഭിമാനത്തിനും അപമാനത്തിനും ഉപരിയായി ചിന്തയില്ലാത്ത സാമ്രാട്ടുകളാണ്. पुण्य आत्मा पुण्य की शक्ति द्वारा स्वयं के हर संकल्प, हर समय की हलचल को, हर कर्म को सफल करने वाले होते. പുണ്യ ആത്മാവ് തന്റെ പുണ്യത്തിന്റെ ശക്തി കൊണ്ട് തന്റെ ഓരോ സങ്കല്പങ്ങളും തന്റെ ഓരോ സമയവും ഉലച്ചിലുകളിൽ നിന്നും ഉയർന്ന് എല്ലാ കർമ്മങ്ങളും സഫലമാക്കുന്നവരായിരുന്നു. ഏതൊരു കർമ്മവും അവര് തൃപ്തികരമായിട്ട് സംതൃപ്തിയോടുകൂടി അങ്ങ് ചെയ്യും. കാര്യമെങ്കിൽ ഒരാളുടെയും ഒന്നും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട, എനിക്ക് ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ ബാബ പറയാറുണ്ട്, എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടി. ദൈവത്തിന്റെയും മറ്റുള്ളവരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ബാബ പറഞ്ഞ ഒരു 5% പേര് സർട്ടിഫിക്കറ്റ് തരാത്തവരും ഉണ്ടാവും. ബാബ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോകാനുള്ള ചിലർ ആ 5% അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എല്ലാം നിർത്തിക്കണം. ബാബ അത് എന്റെ ദൗർബല്യം കൊണ്ടാണ്. 5% പേര് പറയാനുണ്ടാവും ബാബ പറഞ്ഞിട്ട്. ബാബ അതിൽ നിർത്തേണ്ട കാര്യം എന്താ? അപ്പൊ ബാബ പറയാണ്, ഓരോ കർമ്മത്തിലും പുണ്യാത്മാക്കൾക്ക് സഫലത ഉണ്ടാവും. പുണ്യക്കാ ഘാത്ത ജമാ ഹോത്ത. പുണ്യത്തിന്റെ കണക്ക് അവർ ഓരോ പ്രവൃത്തിയിലും ശേഖരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജമാക്കി നിശാനി വ്യർത്ഥയ്ക്ക് സമർത്ഥം. സമ്പാദിച്ചതിന്റെ അടയാളമാണ് വ്യർത്ഥം, ഒന്നും ഉണ്ടാവില്ല, പാഴായതൊന്നും അവർക്കുണ്ടാവില്ല. ഐസി പുണ്യ ആത്മ വിശ്വക്കെ രാജിക്ക് തക്തനശീൻ വരുത്തി. അങ്ങനെയുള്ള പുണ്യ ആത്മാക്കളാണ് വിശ്വത്തിന്റെ ആ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പോകും. ബാബ പറയുന്നത് എന്താണ്? ആ വരാൻ പോകുന്നത് ഒരു പുണ്യലോകമാണ്. വെറും സാധാരണ ആത്മാക്കളെ കൊണ്ട് ഞാൻ ഈ പുണ്യകർമ്മങ്ങൾ, ഏറ്റവും വലിയ പുണ്യകർമ്മം എന്താണ്? ജ്ഞാനം കൊടുക്കലാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. അതായത് ഒരു വഴി കാണിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ. വഴി കൂടെ പിടിച്ചു നടത്തുന്നത് വേറെ കർമ്മം. ഏറ്റവും വലിയ പുണ്യകർമ്മം എന്താണ്? രക്തദാനം മഹാദാനമാണ്, അന്നദാനം മഹാദാനം. അവർ അതെല്ലാം ദാനം ചെയ്യുമ്പോൾ ആളുകളിൽ ഇങ്ങനെ ഇരിക്കും. ഒരു വീട് വെച്ച് കൊടുത്താൽ അയാളുടെ കൈ ഇങ്ങനെയാണ്, 50 രൂപ കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ ജ്ഞാനം കൊടുക്കുക, അവൻ രാജാവാകും, അവരിങ്ങനെയാകും. ഏറ്റവും വലിയ ജ്ഞാനമാണ് ആത്മജ്ഞാനം, വേറെ വല്ല ജ്ഞാനമൊന്നുമല്ല. അവരുടെ പുസ്തകജ്ഞാനമൊന്നുമല്ല, ബാബയുടെ ജ്ഞാനമാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. ആ മാർഗത്തിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതും പുണ്യം തന്നെ. അപ്പൊ ബാബ പറയാണ്, ഈ പുണ്യാത്മാക്കളാണ് വിശ്വത്തിന്റെ അധികാരിയാകുന്നത്. तो अपने घाते को ചെക്ക് കരോക്കി ഐസെ പുണ്യ ആത്മാ കഹം തറ്റ് വരെ. അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വച്ച്, അതായത് ഏതൊരു പ്രവൃത്തിയിൽ കൂടെയും മറ്റുള്ളവരുടെ അനുഗ്രഹം, ബാബയുടെ അനുഗ്രഹം, നമുക്കൊരു നിറവ്, നമുക്കൊരു സംതൃപ്തി, നമുക്കൊരു സന്തോഷം, ആരെന്ത് പറഞ്ഞാലും നല്ലത് പറയട്ടെ ചീത്ത പറയട്ടെ അതൊന്നും ബാധിക്കാതെ
ഒരേപോലെ പോകുന്ന ഒരു അവസ്ഥ ബാബ പറയാണ്. ഈ അടയാളങ്ങളൊക്കെ വെച്ച് ഞാൻ എത്രത്തോളം പുണ്യാത്മാവായി എന്ന് ചിന്തിക്കണം. പുണ്യാത്മാവായെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും 100% ഞാൻ ബാബ ഞാൻ പുണ്യാത്മാവ്. അവർ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം പുണ്യാത്മാവായി. അഗർ പൂച്ചെങ്കിൽ സബി പുണ്യാത്മാവ് തോ സബ് ഹാംജി കഹെങ്കെ. ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം പുണ്യാത്മാക്കളാണ്, എല്ലാവരും പറയും നമ്മൾ പുണ്യാത്മാക്കളാണ്. ഐ ബി സബി പുണ്യാത്മാ, ബാബയുടെ കുട്ടികളെല്ലാം പുണ്യാത്മാക്കളാണ്. ലേക്കിൻ നമ്പർ വാർ ഹേക്ക് സബ് നമ്പർ വൺ ഹേ. എന്നാൽ നമ്പർ വാറാണോ അതോ എല്ലാവരും നമ്പർ 1 ആണ്? നമ്പർ വാർ ഹേന, നമ്പർ വാർ അല്ലേ. സത്യയുഗ ത്രേതാക്കെ വിശുക്കെ തക്ത पर कितने बैठे? സത്യത്രേതായുഗത്തിലെ സിംഹാസനത്തിൽ എത്ര പേരിരിക്കും? സഭയ്ക്കട്ടെ ബൈഡെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കയറിയിരിക്കുമോ? തോ നമ്പർ വാർ ഹേന. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമ്പർ വാർ ആയിരിക്കും. നമ്പർ ക്യോം ബനത്തെ? കാരണം എന്തുകൊണ്ടാണ് നമ്പർ ഉണ്ടാവുന്നത്? കാരണം എന്താണ്? ഏക വിശേഷ ബാത് ബാപ്ദാദ ने बच्चों को चेक की और वही बात नंबर 1 बनने में रुकावट डाली. ഒരു പോയിന്റ് കൂടിയാണ് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ നമ്പർ 1 ആകുന്നില്ല പുണ്യം ശേഖരിക്കുന്നത്? വേറെ വിശേഷമായിട്ടും ഒരു കാര്യമാണ് തടസ്സമുണ്ടാക്കുന്നത്. अभी तपस्या वर्ष में सभी का लक्ष्य संपूर्ण बनने का या नंबर 1 बनने का है. ഈ തപസ്യ വർഷത്തിൽ എല്ലാവരുടെയും ലക്ഷ്യം സമ്പൂർണ്ണമാകാനാണോ അതോ നമ്പർ 1 ആകാനാണോ? संपूर्ण बनना है ना, സമ്പൂർണ്ണമാകണമല്ലോ. आप सभी एक स्लोगन बोलते भी हो और लिख कर लगाते भी हो. നിങ്ങൾ എല്ലാവരും ഒരു സ്ലോഗൻ പറയാറുണ്ട്. ആ സ്ലോഗൻ നിങ്ങൾ എഴുതിയും വെച്ചിട്ടുണ്ട്. വഹ് ഹേ സുഖ് ദോ അവർ സുഖിനു. ആ സ്ലോഗൻ എന്താണ്? സുഖം കൊടുക്കണം, സുഖം എടുക്കണം, അല്ലെ? ഇപ്പൊ സ്ലോഗനുകളൊന്നും സെൻട്രിൽ കാണല്ലോ. മറ്റേത് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ വീട്ടിൽ പോകേണ്ട സമയമായി. അപ്പൊ ഘർജനേക്കാൾ സമയം ദുഃഖനോ ദുഃഖനല്ലോ സുഖുലോ സുഖുദോ ദുബായന്തോ ദുബായല്ലോ. ഇപ്പൊ ബാബ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു സ്ലോഗൻ എഴുതി വെക്കാറുണ്ട്, പറയാറുണ്ട്. സുഖം കൊടുക്കണം, സുഖം എടുക്കണം. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. ഏത് സ്ലോഗൻ പക്കാഹി? ഇത് നല്ല ഉറപ്പുള്ള സ്ലോഗൻ ആണല്ലോ. റിസൾട്ട് മേ ക്യാ ദേഖ? അപ്പോൾ ബാബ അതിന്റെ റിസൾട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ദുഃഖ ന ദോ ഇസ്മേ തോ മജോറിറ്റി കാ അറ്റൻഷൻ. മറ്റുള്ളവരെ ഞാനായിട്ട് ദുഃഖിപ്പിക്കരുത്. അവർ അതിൽ കൂടുതൽ പേരും ശ്രദ്ധിച്ചു. ലേക്കിൻ ആധാ സ്ലോഗൻ തീക്കുക. എന്നാൽ പകുതി സ്ലോഗൻ ശരിയായി. ദുഃഖം കൊടുക്കരുത്. ദേനെ കേലിയെ സോചിത്തേക്ക് ദേന നഹിക്ക്. ഒരാളെ ദുഃഖിപ്പിക്കാൻ വരുമ്പോൾ അവരോട് 2 വാക്കങ്ങൾ പറയണം. വേണ്ട, വിട്ടേക്കാം. അപ്പൊ ബാബ പറഞ്ഞു ഒന്ന് ചിന്തിച്ചത് കൊണ്ട് ദുഃഖം കൊടുക്കുന്നില്ല. ലേക്കിൻ ലേനെ കേലിയെ കാത്തേക്ക് ഉസ്നെ ദിയ ഇസ്തേ ഹുവ. എന്നാൽ ദുഃഖം എടുക്കുന്നു. പകുതി ഭാഗത്ത് നമ്മൾ തെറ്റിപ്പോകുന്നു. അവരിത് ചിന്തിച്ചില്ല. അവര് പറഞ്ഞു നമ്മൾ വിചാരിച്ചു പോയി ദുഃഖിപ്പിക്കേണ്ട, വിട്ടേക്ക്. ഓക്കെ, പക്ഷെ അവര് അങ്ങനെ ചിന്തിച്ചില്ല. അവര് 2 പറയണം. അവര് പറഞ്ഞപ്പോൾ നമ്മൾ ദുഃഖം. അപ്പൊ ബാബ പറയാണ് അവര് നൽകി, ഞാൻ എടുക്കും. ഇസ്നെ എഹ് കഹ ഇസ്നെ എഹ് കഹ ഇസ്ലിയെ ഹുവ. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്കൊരു പ്രയാസം ഉണ്ടായി. ഐസി ജഡ്ജ്മെന്റ് ദേഹന, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പനാഹി വക്കീൽ ബൻ കർക്കെ കേസ്മേം യഹി ബദാത്തെ ഹു. തന്റെ തന്നെ വക്കീലായിട്ട് കേസിൽ നമ്മൾ പറയാണ് ഞാൻ ദുഃഖം അനുഭവിക്കാൻ കാരണം, ദുഃഖിക്കാൻ കാരണം മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. ബാബ പറഞ്ഞു അവരവര് തന്നെ വക്കീലും ജഡ്ജിയൊക്കെ ആകാണ്. तो आधा स्लोगन के ऊपर अटेंशन ठीक है और भी होना चाहिए अंडरलाइन. അതുകൊണ്ട് പകുതി ഭാഗത്ത് ബാബ പറഞ്ഞു ശ്രദ്ധ കൊടുക്കണം, ദുഃഖം കൊടുക്കരുത്. പക്ഷെ ബാബ പറയണം ബാക്കി പകുതി കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം, ദുഃഖം എടുക്കരുത്. फिर भी आधे स्लोगन पर अटेंशन है लेकिन और जो आधा स्लोगन उस पर अटेंशन नाम मात्र है. പകുതി കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, പകുതി കാര്യത്തിൽ ശ്രദ്ധ പേരിന് മാത്രമേ ഉള്ളൂ. ഒരാളെ ദുഃഖിപ്പിക്കുമ്പോൾ ബാബ പറയാണ് അത് വേണ്ട എന്ന് വയ്ക്കാനുള്ള വിവേകവും പ്ലസ് ഒരാള് മോശം പറയും, നമ്മളോട് നേരെ ഒരാൾ മോശം പറയും, വേറൊരു ചോയ്സ് ഉണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് ദുഃഖിക്കാം, അല്ലെ നമുക്ക് പറയാം എല്ലാവരും ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മൊത്തം നമുക്ക് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ വിട്ടുപോകുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബാബ പറയാറുണ്ട് ദുഃഖം ഒരാൾ തരുമ്പോൾ അതെടുക്കാതിരിക്കാനുള്ള വിവേകവും പ്ലസ് എന്ത് വേണം, തന്റെ ഇടവും കുട്ടികൾക്കുണ്ടായിരിക്കണം. ഇപ്പൊ ബാബ പറയണം ബാക്കി പകുതി കാര്യത്തിലും കൂടി. അപ്പൊ ഞാൻ ദുഃഖിച്ചു എന്ന് പറഞ്ഞാൽ ബാബ എന്ത് പറയും, അത് നിന്റെ തന്റെ ഇടമില്ലായിട്ടില്ല, അവരെന്നെ ദുഃഖിപ്പിച്ചു, അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ത് പറയാം, നീ അതിനെ എടുക്കാൻ പോയി. फिर भी आधे स्लोगन पर अटेंशन है, अटेंशन उसने दिया लेकिन आपने लिया. അവര് നൽകി, ബാബയ്ക്ക് നീ എന്തിനാ എടുത്തത്? കിസ്നെ കഹ ആപുരം, ആരെങ്കിലും പറഞ്ഞു നിന്നോട് ദുഃഖം എടുക്കണമെന്ന്? ബാബയ്ക്ക് ശ്രീമത്ത് കേൾക്കാം ദുഃഖിലോ, ബാബ ശ്രീമത്ത് നൽകിയിട്ടുണ്ടോ അവര് ദുഃഖിപ്പിച്ചപ്പോൾ ദുഃഖം എടുക്കാനായിട്ട്? ജോലി പരോ ദുഃഖ സേ, നിങ്ങളുടെ സഞ്ചി ദുഃഖം കൊണ്ട് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. तो न दुख दो न दुख लो तभी पुण्य आत्मा बनेंगे तपस्वी बने. അതുകൊണ്ട് ബാബ പറഞ്ഞു ദുഃഖം കൊടുക്കാതിരുന്നാൽ മാത്രം പോരാ. പൊതുവെ പബ്ലിക്കിനോട് പറയുമ്പോൾ അവർ പറയും ദുഃഖിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പക്ഷെ ദുഃഖം എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ?
അപ്പൊ ബാബയുടെ ശ്രീമത്താണ്. ബാബ പറയാണ് പുണ്യാത്മാവ് ആകണമെങ്കിൽ നമ്മൾ ദുഃഖിക്കരുത്. എത്ര കൊടിയ ദുഃഖങ്ങൾ മറ്റുള്ളവർ നൽകിയാലും ബാബയോടും ദുഃഖിക്കാതിരിക്കാനുള്ള അറിവ്, വിവേകം, തന്റെ ഇടം. അപ്പോൾ അവരെയാണ് തപസ്സി എന്ന് പറയുന്നത്. തപസ്സി അർത്ഥാത് പരിവർത്തൻ തോ ഉൻകെ ദുഃഖോ ഭി ആപ് സുഖ കെ രൂപമേം സ്വീകാർ കരും. തപസ്സി എന്ന് പറഞ്ഞാൽ പരിവർത്തനം. ബാബ പറയണു അവര് ദുഃഖം നൽകിയത് നമ്മൾ സുഖമായിട്ട് സ്വീകരിക്കും. അത് സുഖമായിട്ട്, ദുഃഖത്തെ സുഖമായിട്ട് കൺവേർട്ട് ചെയ്ത് സ്വീകരിക്കണം. പരിവർത്തൻ കരോ തബ് കഹേങ്കെ തപസ്സി. പരിവർത്തനപ്പെടുത്തുന്നവരെയാണ് തപസ്വി എന്ന് പറയുന്നത്. ഗ്ലാനിക്കോ പ്രശംസ സമച്ചോ തബ് കഹേങ്കെ പുണ്യ. നിന്ദ, ഗ്ലാനി, ബാബ പറയുന്നു നമ്മളെ പ്രശംസിക്കുകയാണെന്ന് വിചാരിച്ചു. ഒരാൾ നമ്മളെ കുറിച്ചൊരു കുറ്റം പറയുമ്പോൾ നമ്മുടെ അടുത്ത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ഒലച്ചിലുകളുണ്ട്. എന്നും ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താലും മതി, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അവരാ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ. നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാവും, നമ്മളാരും പൂർണ്ണതയുള്ളവരുണ്ടാവും. അപ്പൊ അവരാ പറഞ്ഞത്, അപ്പൊ ബാബ അതിലൊരു നന്മയുണ്ട്, നമ്മുടെ ഒരു തിന്മ പിടികിട്ടി. അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമുക്കത് കുറവ് പിടികിട്ടിയത്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, അവർ എന്റെ ഭാഗത്ത് തെറ്റേ, പിന്നെ എന്തിനത് എടുക്കാൻ പോകും. അപ്പൊ അവിടെ എന്ത് പറയുന്ന പർവാഹ് തരും, വകവയ്ക്കാണ്ട് പോകണം അല്ലേ. ബാബൻ അത് എന്തിനാ വകവയ്ക്കണേ? അവര് പറഞ്ഞൊന്നും പേര് നീ ഇതിനെ മുക്കിയിട്ടാൻ പോകുന്നത്. അവർ ഫീലിങ്ങിന്റെ ബ്ലൂവ്, പിന്നെ ബ്ലൂ കാരണം പിന്നെ ഭൂ കഴിക്കില്ല, അത് കഴിക്കില്ല, ക്ലാസ്സിൽ വരില്ല, മറ്റത് വരില്ല, ബ്ലൂ. അവരുടെ ബ്രാഹ്മണർക്ക് ഫീലിങ്ങിന്റെ ബ്ലൂ. അപ്പൊ അവിടെ എന്താണ് അവർ എന്ത് വന്നാലും നമുക്കത് നല്ലതിനാണ്. ഒന്നല്ലേ തിരുത്താം, അല്ലെങ്കിൽ വിട്ടുകളയാനുള്ള ശക്തിയും. जगदम्बा माम ने सदैव सभी बच्चों को यही पाठ पक्का कराया कि गाली देने वाले या दुख देने वाली आत्मा को भी अपने रहमतिल स्वरूप से रहम की दृष्टि से दे. ജഗദംബ മാതാ എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഈ പാഠമാണ് ഉറപ്പിച്ചു കൊടുത്തത്. നിങ്ങളെ നിന്ദിക്കുന്നവരും നിങ്ങൾക്ക് ദുഃഖം നൽകുന്ന ആത്മാക്കളും നിങ്ങൾ അവരെ ദയവോടു കൂടി ഒന്ന് നോക്കാവൂ, അവരോട് ദയാസ്വരൂപത്തിലെ പെരുമാറാവൂ. ഗ്ലാനിക്ക് ദൃഷ്ടി സ്നേഹി, അവരെന്നെ കുറ്റം പറഞ്ഞവരാണ് എന്ന ദൃഷ്ടിയിൽ കൂടി നോക്കരുത്. വഹ് ഗാലി ദേവേ ആപ് കൂലിച്ചിടാം, അവര് നിന്ദിക്കട്ടെ, നിങ്ങൾ പൂക്കളിടണം. തബ് കഹേങ്കെ പുണ്യാൽ, അപ്പോഴേ എന്ന് പറയുള്ളൂ, പുണ്യാത്മാവെന്ന് പറയുള്ളൂ. ഗ്ലാനി വാലേക്കോ ദിൽസെ ഗലെ ലഗാവും, നമ്മളെ നിന്ദിക്കുന്നവരെ ബാബ പറയണം ആലിംഗനം ചെയ്യണം. വാഹർസെ ഗലെ നഹി ലഗ. അപ്പൊ നമ്മൾ പറഞ്ഞു ബാബ പറഞ്ഞു അത് നിങ്ങൾ ഭാഗ്യമായിട്ട് കെട്ടിപ്പിടിക്കാനൊന്നും പോയേക്കല്ലേ, ലേക്കിൻ മനസ്സുകൊണ്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു. തോ പുണ്യക്കെ ഖാത്തെ ജമാ ഹോനമേ വിഘ്ന രൂപ യഹി ബാത് കരും. ബാബ പറയണം നമ്മുടെ പുണ്യത്തിന്റെ കണക്കിൽ കുറവ് വരുന്നതിന് പ്രധാന കാരണം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമ്മൾ ദുഃഖമായിട്ട് സ്വീകരിക്കും, നമ്മളെ ദുഃഖിപ്പിക്കും അവർ. സുരേന്ദ്രഭായി ക്ലാസ് എടുക്കുന്നു ഇതായിട്ടാണ്. അപ്പൊ നമ്മളെ ദുഃഖിപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഇപ്പോൾ ക്ലാസ് മിക്കാറ് തുടങ്ങുന്ന അങ്ങനെ. നമ്മളെ ദുഃഖിപ്പിക്കാൻ ആർക്കേ പറ്റുള്ളൂ? നമ്മളെ ദുഃഖിപ്പിക്കാൻ നമുക്കേ പറ്റൂ, വേറെ ആർക്കും നമ്മളെ ദുഃഖിപ്പിക്കാം. ഞാൻ ദുഃഖിക്കണോ, ഞാൻ സന്തോഷമടിക്കുന്നത് ഞാൻ സ്വീകരിക്കും. ഇത് മുഴുവൻ നാട്ടുകാരുടെ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ പ്രശംസിച്ചാൽ ഞാൻ അങ്ങ് ഉയരും, ഞാൻ പിന്നെ ഓടിച്ചാടി നടന്ന് കർമ്മങ്ങൾ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. അപ്പൊ വേറൊരാളെ പ്രശംസിക്കുന്നു, അതെനിക്ക് ഒട്ടും സഹിച്ചില്ല. എന്നെ കുറ്റം പറയുന്നു, അതെനിക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പൊ ബാബ പറയേണ്ടത് മൊത്തം ആരുടെ കയ്യിലായിപ്പോയി, മൊത്തം പബ്ലിക് മെഷീനായി, നമ്മൾ പബ്ലിക് ഇട്ട് കളിപ്പിക്കുക. അതല്ലെങ്കിൽ എന്താണ് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും, ഒരേപോലെ പോയിട്ടില്ല. ബാബ പറയാണ് കുട്ടികളെ ഈ പുണ്യത്തിന്റെ കണക്കിൽ ഇതാണ് വിഘ്നം ഉണ്ടാക്കുന്നത്. മുझे ദുഃഖ ലേനാബി നഹിക്കെ ദേനാത്തോ ഹൈഹി നഹി ലേക്കിൻ ലേനാബി, ഞാൻ ദുഃഖം കൊടുക്കാനേ പാടില്ല, ബാബ പറയണം എടുക്കാനും പാടില്ല. ജബ് അച്ചി ചീസ് നഹി ഹെ തോ ഫിർ കിച്ചറ ലേക്കർ ജമ ക്യോं കർ. നല്ല സാധനം അല്ലെങ്കിൽ ആരെങ്കിലും തന്നാൽ ആ ഈ അഴുക്കെടുത്തിട്ട് എന്തിനാ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു? ജഹം ദുഃഖ ലിയ കിച്ചറ ജമാ ഹുവാ തോ കിച്ചറേ സെ ക്യാ നികലി. ബാബ പറയാണ് ദുഃഖമുണ്ടായി, അഴുക്ക് കൂടിക്കിടന്നു, വേറെ അഴുക്കിന്നുണ്ട് എന്തുണ്ടാകും? പാപയ്ക്ക് അംശരൂപിജം, പറഞ്ഞു പാപത്തിന്റെ രോഗാണുക്കൾ. ആ ദുഃഖം നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് വെറുപ്പ്, വിദ്വേഷം, പ്രതികാര ചിന്ത പലതും ഈ രോഗാണുക്കളൊക്കെ ഉണ്ടാക്കുന്നത്. അവരെന്നോട് അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ എനിക്ക് ദുഃഖം നൽകി എന്നുള്ള അഴുക്ക് നമ്മുടെ ആത്മാവിൽ കയറ്റി വയ്ക്കുമ്പോൾ അതിൽ നിന്നും അഭി മോട്ടെ പാപത്വ നഹിയും കർത്തേഹോന അഭി പാപക്ക അംശരഹിതേ. ഇപ്പോൾ സ്ഥൂലമായ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ പാപത്തിന്റെ അംശം അവശേഷിക്കുന്നുണ്ട്. അംശബി നഹി ഹോനാ ചാഹിയെ, ഈ അംശമൊന്നും പാടില്ല. കൈ ബച്ചേ വെടി മീട്ടി മീട്ടി ബാത്യം സുനാതെ, പല കുട്ടികളും നല്ല മധുരമായി കാര്യങ്ങൾ കേൾപ്പിക്കാണ്. ഒരു രുഹാൻ തോ സബി കർത്തേഹേനോ, എല്ലാവരും ബാബയോട് സംസാരിക്കാറുണ്ടല്ലോ. ഏക സ്ലോഗൻ തോ സബിക്കോ പക്ക ഹോ ഗയാ ചാഹത്തെ തോ നഹീന്തേ ലേക്കിൻ ഹോ.
എല്ലാ കുട്ടികൾക്കും ഒരു സ്ലോഗൻ ഉറച്ചു. ബാബ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ സംഭവിച്ചു. അല്ലെ, ദുഃഖം എടുക്കണ്ടെന്നൊക്കെ വിചാരിക്കും. ബാബ പറയുന്നത് ശരിയാന്ന് തോന്നും. പക്ഷെ ആ ദുഃഖം വരുമ്പോൾ നമ്മളത് എടുത്തു പോകും. ബാബ ആഗ്രഹിക്കുന്നില്ല ബാബ, പക്ഷെ സംഭവിച്ചു പോകും. ജബ് ആപ്പിനഹിയും ചാകത്തേത്തോ അവർ പഞ്ചാൽ. ബാബ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചില്ലേ പിന്നെ ആരാ ആഗ്രഹിക്കും? അല്ലെ, എനിക്ക് ദുഃഖിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബാബ, പക്ഷെ എന്താണെന്നറിയില്ല, ബാബ ദുഃഖം വരും. അപ്പൊ ബാബ ചോദിക്കാണ്, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പിന്നെ ആരാ ആഗ്രഹിക്കുന്നത്? ജോ കഹത്തേഹോ ഹോകയാ അവർ കൊയ് ആത്മാഹി സംഭവിച്ചു പോയി എന്ന് പറയും. അവർ വേറെ വല്ല ആത്മാക്കളുണ്ട് നിങ്ങളിൽ? ഹോനാനഹിയും ചാഹിയ ലേക്കിൻ ഹോത്താഹി ഏത് പാടില്ല എന്ന് നമ്മുടെ ആത്മാവ് പറയും, സംഭവിച്ചു പോയിന്ന് നമ്മുടെ തന്നെ ആത്മാവ് പറയും. അവർ അവിടെ രണ്ട് ആത്മാക്കളുണ്ടോ? ഇല്ലല്ലോ. അവർ പോയി ആത്മാ ബോലത്തേക്ക് ആ പോലത്തെ വേറെ ഏതെങ്കിലും ആത്മാവ് വന്നിട്ടാണ് പറയുന്നത്. നിന്റെ ആത്മാവ് പറയുന്നു, ബാബ ഞാൻ ഒരു ദുഃഖം എടുക്കൂല, ഞാൻ ഇനി ദുഃഖിക്കുന്നു. അവര് തന്നെ സാഹചര്യം എന്നപ്പോ പറയാണ്, ബാബ സംഗതി ശരിയാണ്, പക്ഷെ അങ്ങനെ സംഭവിച്ചു. ബാബ ഇങ്ങനെ രണ്ട് ആത്മാവ് അവിടെയുണ്ട്. തപസ്യ ഇൻ ബാത്തോം കെ കാരണം സിദ്ധ നഹീം കർ. അപ്പൊ ബാബ പറയാണ്, ഈ വക കാരണങ്ങൾ കൊണ്ടാണ് തപസ് സിദ്ധമാകാത്തത്. ജോ ഹോനാ നഹീം ചാഹിയെ ജോ കർണേ നഹീം ചാഹത്തെ വഹ് ന ഹോനാഹി ന കർണാഹി പുണ്യാത്മാക്കി നിശാൻ. ബാബ പറയണു, പാടില്ല ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പാടില്ല, ചെയ്യാൻ പാടില്ല, അതാണ് പുണ്യാത്മാവിന്റെ അടയാളം. ബാബ്ദാദ കെ പാസ് രോസ് ബച്ചോം കി അനേക ഐസി കഹാനിയെ മതി. ബാബ്ദാദയുടെ അടുത്ത് കുട്ടികളുടെ അങ്ങനെയുള്ള ധാരാളം കഥകൾ ദിവസവും വരുന്നുണ്ട്. ബോലേമേം ഇത്തനി ഇൻട്രസ്റ്റ് വാലി കഹാനിയം കർക്കെ ബദാത്തെ ജോ ചൊൽത്തെ രഹു. ബാബ പറയാണ്, നല്ല ഇൻട്രസ്റ്റ് ഉള്ള കഥകളാണ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലംബി കഹാനി ബദാനേമേം അതെത്തി. ചിലർക്ക് ഈ കഥകൾ വലിച്ചു നീട്ടി പറയുന്ന ശീലമായി. ഈ ചോട്ടി ബദാത്തെ, ചിലര് ചെറിയ കഥകളാണ് പറയുന്നത്. ലേക്കിൻ കഹാനിയാം ബഹുത്ത് ബദാത്തെ. എന്നാൽ ഇങ്ങനെയുള്ള കഥകൾ ധാരാളമാണ്. അവര് കാരണമാണ്, ഇവര് കാരണമാണ്, മറ്റവര് കാരണമാണ്. ഇങ്ങനെയുള്ള കഥകൾ ബാബ പറയണു വളരെ വലുത്. ആജ് ഇസ് വർഷക്കെ മിലൻ കി അന്തിം ഡുബിക്കേന. ഇത് ഈ വർഷത്തിന്റെ അന്തിമ നമ്മള് മുങ്ങില് തീർത്ഥത്തിൽ മുങ്ങുന്ന ആ മുങ്ങലാണല്ലോ. സബി ഡുബി ലഗാനെ ആയോഹന. എല്ലാവരും ആ തീർത്ഥത്തിൽ ഒന്ന് മുങ്ങാനല്ലേ വന്നിരിക്കുന്നത്. ജബ്കി ഭക്തി മാർഗമേം ഭി ഡുബി ലഗാത്തെ കൊയ്യ ന കൊയ്യ സങ്കല്പ ജരൂർ കർത്തെ ചാഹ്യ കുച്ച് സ്വാഹ കർത്തെ ചാഹ്യ കുച്ച് സ്വാർത്ഥ രഹത്തെ. ഭക്തി മാർഗത്തിലും നമ്മളൊരു തീർത്ഥത്തിൽ മുങ്ങുമ്പോൾ ഒരു സങ്കല്പം എടുക്കാറുണ്ട്. ചിലത് വേണ്ടാന്ന് വെക്കും, ചിലത് വേണമെന്ന് വെക്കും. അതായത് ചീത്ത കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളൊരു സങ്കല്പം എടുക്കാറുണ്ട്. दोनों से संकल्प करते तो तपस्या वर्ष में एक संकल्प करो कि सारा दिन संकल्प द्वारा बोल द्वारा कर्म द्वारा पुण्य आत्मा पर पुण्य करेंगे और पुण्य की निशानी बधाई पुण्य का प्रत्यक्ष बल है और आत्मा की दवाई. അതുകൊണ്ട് ഈ തപസ്യ വർഷത്തിൽ നമ്മൾ ഈ ഒരു സങ്കല്പം എടുക്കണം. ഞാൻ ഒരു ദിവസം മുഴുവൻ സങ്കല്പത്തിലൂടെ വാക്കിലൂടെ കർമ്മത്തിലൂടെ പുണ്യാത്മാവായി മാറും, പുണ്യപ്രവർത്തികൾ ചെയ്യും. പുണ്യത്തിന്റെ അടയാളം ബാബ പറഞ്ഞു, പുണ്യത്തിന്റെ പ്രത്യക്ഷ ഫലമാണ് എല്ലാ ആത്മാക്കളുടെയും അനുഗ്രഹം. ബാബ പറയണു, എല്ലാ ആത്മാക്കളുടെയും അനുഗ്രഹം വാങ്ങിച്ചു പോകണം. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പുണ്യപ്രവർത്തികൾ ചെയ്യും. പുണ്യപ്രവർത്തി എന്ന് വെച്ചാൽ ദുഃഖം കൊടുക്കരുത് പ്ലസ് ദുഃഖം എടുക്കരുത്. ആറ് സങ്കല്പമേം പുണ്യ ജമാ. ഓരോ വിചാരത്തിലും പുണ്യം ശേഖരിക്കും. ബോൽമേം ദുവായം ജമാ. വാക്കുകളിൽ അനുഗ്രഹം ശേഖരിക്കണം. സമ്പന്ന സമ്പർക്കസെ ദിൽസെ സഹയോഗി ശുക്രിയ നികും. സംബന്ധ സമ്പർക്കത്തിൽ മറ്റുള്ളവരെ നമ്മളൊന്ന് അനുഗ്രഹിക്കണം, ഹൃദയത്തിൽ നിന്നൊരു നന്ദി പറയണം. ഇസ്തോ കാഗ്രഹി തപസ്യ, അതിനെയാണ് പറയുന്നത് തപസ്യ. ഐസി തപസ്യ വിശ്വപരിവർത്തന ആധാർ ബനി. ഇങ്ങനെയുള്ള തപസ്സാണ് വിശ്വപരിവർത്തനത്തിന്റെ ആധാരം. ഐസി റിസൾട്ട് പെർ പ്രൈസ് മിലേഗി. ഇങ്ങനെയുള്ള റിസൾട്ടിൽ സമ്മാനം ലഭിക്കും. ഒരു കഹാനി നഹിയും സുനാനാക്കി ഐസെ ഹോക്കെ. പിന്നെ കഥ പറഞ്ഞേക്കരുത്, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ്. അപ്പൊ ബാബ പറഞ്ഞു, പിന്നെ ശത്രു ഇല്ലെങ്കിൽ പിന്നെ ആരാ ജയിക്കാതിരിക്കുക? ശത്രു വരുമ്പോഴല്ലേ ജയിക്കോ തോക്കുമെന്ന് അറിയില്ല. ജ്ഞാനത്തിന്റെ ആയുധം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങൾ വരും. പ്രതികൂല സാഹചര്യങ്ങൾ വന്നത് കൊണ്ട് ഞാൻ തോറ്റുപോയി. ഓരോ ശത്രു ആയുധം എടുത്തുകൊണ്ട് നീ തോറ്റുപോയി. പറയുന്നതിൽ എന്താ കാര്യമുണ്ട്? वैसे पहला नंबर प्राइस सभी टीचर्स को लेना चाहिए और साथ में मधुबन निवासियों को लेना चाहिए, क्योंकि मधुबन की लहर निमित्त टीचर्स की लहर प्रवृत्ति वालों तक गॉडली स्टूडेंट तक सहज पहुंचती. ആദ്യ നമ്പറിൽ ടീച്ചേഴ്സും പിന്നെ മധുബൻ നിവാസികളും സമ്മാനം നേടണം. എന്തുകൊണ്ടെന്നാൽ മധുബന്റെ അലകൾ നിമിത്ത ടീച്ചേഴ്സിന്റെ അലകൾ കുടുംബത്തിൽ ജീവിക്കുന്നവർക്കും ഗോഡ്ലി സ്റ്റുഡൻസിനും സഹജമായി എത്തിച്ചേരും. तो आप सब नंबर आगे तो हो ही जाए. അപ്പോൾ നമ്മൾ എല്ലാവരും മുന്നിലെ നമ്പറിലേക്ക് ആയിക്കോളും. അപ്പൊ ദേखेंगे कि किस किसके नाम प्राइस में आते. അപ്പൊ ബാബ നോക്കും ആരുടെയൊക്കെ പേര് ഈ സമ്മാനം മേടിച്ചവരുടെ ലിസ്റ്റിൽ വരുന്നുണ്ട്. ടീച്ചേഴ്സ് के आते या मधुबन वालों के या गॉडली स्टूडेंट के आते.
ടീച്ചേഴ്സിന്റെ ലിസ്റ്റാണോ വരുന്നത്, അതോ മധുബൻ നിവാസികളുടേതാണോ, അതോ ക്ലാസ്സിൽ വരുന്ന ഗോഡ്ലി സ്റ്റുഡൻസിന്റേതാണോ? ഇതെല്ലാം ബാബ നോക്കും. ഡബിൾ വിദേശി ബി തീവ്ര പുരുഷാർത്ഥ കർ രഹേ, ഡബിൾ വിദേശികളും തീവ്രമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദാ കെ പാസ് പ്രൈസ് ബഹുത് ഹേ, ജിത്തന ചാഹോ ലേ സക്തെ. അവൾ എല്ലാവരും ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്താൽ നമുക്ക് സമ്മാനം കിട്ടുമോ? അതൊരു സംശയം, അതും ഒരു സംശയം തന്നെ. ബാബ പറയാണ്, എൻ്റെ അടുത്ത് കണ്ടമാനം സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എത്ര സമ്മാനങ്ങളും എടുക്കാം. പ്രൈസ് കമ്മി നഹി, സമ്മാനത്തിന് കുറവൊന്നുമില്ല. ഭണ്ഡാരെ പർപ്പൂർ ഹേ, ബാബയുടെ ഭണ്ഡാരം നിറഞ്ഞിരിക്കുകയാണ്. സഭി മേളമേ പഹുഞ്ചുകെ, എല്ലാവരും ഈ മേളയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മേള അച്ഛാ ലഗാക്കി തക്ലീഫ് ഹുയി, ഈ മേള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ? ബാരിഷ് നെ ബി സ്വാഗതം കിയ, പ്രകൃതി കാ ബി ആപ്സെ പ്യാർ ഹി, മഴയാണ് നിങ്ങളെ സ്വാഗതം ചെയ്തു, അതുകൊണ്ട് പ്രകൃതിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഗബരായിത്തോ നഹിക്കേന, അത് ആ സമയത്തൊക്കെ കണ്ടമാനം ടെന്റ് വലിച്ചു കെട്ടും, അതേപോലെ ഇത്തരം കെട്ടിടങ്ങളില്ല. അപ്പൊ ടെന്റ് വലിച്ചിട്ടുമ്പോൾ മഴയും കാറ്റും വീശുമ്പോൾ ചിലപ്പോൾ ടെന്റ് പറന്നു പോകും, നമ്മുടെ സാധനങ്ങൾ നമ്മളൊക്കെ ഇട്ടുകൊണ്ട് ഓടണം. അപ്പൊ ബാബ പറയാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ബ്രഹ്മഭോജനത്തോ അച്ഛാ മിലാന, ബ്രഹ്മഭോജനം നല്ലത് കിട്ടിയില്ലേ? ത്രൈഷിഡ് ജന്മത്തോ ധക്കേക്കായി, 63 ജന്മങ്ങൾ ഭക്തിമാർഗത്തിൽ കഷ്ടപ്പെട്ടതാണ്. അഭിത്തോ ആർഹി ടിക്കാന മിലാന, ഇപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് ഒരു ഇരിപ്പിടം കിട്ടിയല്ലോ. തീൻ പേർ പൃഥ്വിത്വം മിലീന, 3 അടി മണ്ണിരിക്കാൻ കിട്ടിയല്ലോ. ഇത്തനാ ബഡാ ഹോൾ ജനമായി ബനായ തോ ഹാൾ കി ബി ശോഭ ബഡായിന, ഇത്രയും വലിയ ഹോൾ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ പറഞ്ഞു ഹോളിന്റെ ഭംഗി വർദ്ധിച്ചു. ഹോൾക്കോ സഫൽ കിയാന, ഈ ഹോളിനെ സഫലമാക്കിയില്ലേ. കിസി കോ ബി തക്ലീഫ് നഹി ഹുയിന, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ലേക്കിൻ ഐസെ നഹി മേള കർത്തേ, അവർ ഇങ്ങനെ മേള തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. രചനാക്ക് സാത്ത് സാധൻ ബി സാത്ത് ഹി ആത്തെ, അവർ രചനയുടെ കൂടെ സാധനങ്ങളും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അച്ഛ സർവ ബാലക് സ്വ മാലിക് ശ്രേഷ്ഠ ആത്മാവോं को सदा हर कदम में पुण्य का खाता जमा करने वाली पुण्य आत्माओं को, सदा दिल तक नशीन और विश्व के तक अधिकारी विशेष आत्माओं को, सदा सुख देने और सुख लेने वाले मास्टर सुख के सागर आत्माओं को, सदा खुशी में रहने वाले और खुशी देने वाले മാസ്റ്റർ ദാദാ ബച്ചംകു ബാബ്ദാദാ യാദ് പ്യാർ അവർ നമസ്തേ. ഇപ്രകാരം ബാലക്കും അധികാരികളുമായ എല്ലാ ശ്രേഷ്ഠ ആത്മാക്കൾക്കും സദാ ഓരോ ചുവടിലും പുണ്യത്തിന്റെ കണക്ക് സമ്പാദിക്കുന്ന പുണ്യ ആത്മാക്കൾക്ക്, സദാ ഹൃദയ സിംഹാസനസ്ഥരും വിശ്വസിംഹാസനസ്ഥരുമായ വിശേഷ ആത്മാക്കൾക്ക്, സദാ സുഖം നൽകുന്ന സുഖം എടുക്കുന്ന മാസ്റ്റർ സുഖസാഗര ആത്മാക്കൾക്ക്, സദാ സന്തോഷത്തിൽ കഴിയുന്ന സന്തോഷം നൽകുന്ന മാസ്റ്റർ ദാതാവായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. എല്ലാ ബാലക് ബാബയുടെ കുട്ടികളും അധികാരികളുമായ ശ്രേഷ്ഠാത്മാക്കൾക്ക്, ഓരോ ചുവടിലും പുണ്യത്തിന്റെ കണക്ക് ശേഖരിക്കുന്ന പുണ്യ ആത്മാക്കൾക്ക്, സദാ ഹൃദയ സിംഹാസനസ്ഥരും വിശ്വ രാജ്യാധികാരികളും സിംഹാസനസ്ഥരുമായ വിശേഷ ആത്മാക്കൾക്ക്, സദാ സുഖമെടുക്കുന്ന മാസ്റ്റർ സുഖസാഗര ആത്മാക്കൾക്ക്, സദാ സന്തോഷത്തിൽ കഴിയുന്ന സന്തോഷം കൊടുക്കുന്ന മാസ്റ്റർ ദാദാ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. വരദാനം. अच्छे संकल्प रूपी बीज द्वारा अच्छा फल प्राप्त करने वाले सिद्धि स्वरूप ആത്മാ, നല്ല സങ്കല്പമാകുന്ന ബീജത്തിലൂടെ നല്ല ഫലം പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപ ആത്മാവായി ഭവിക്കും. നല്ല സങ്കല്പമാകുന്ന വിത്തിലൂടെ നല്ല ഫലം പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപ ആത്മാവായി ഭവിക്കും. सिद्धि स्वरूप आत्माओं के हर संकल्प अपने प्रति व दूसरों के प्रति सिद्ध होने वाले हो. സിദ്ധി സ്വരൂപ ആത്മാക്കളുടെ ഓരോ സങ്കല്പവും തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സിദ്ധമാകുന്ന, അതായത് അത് നടക്കുന്നതായിരിക്കും. ഹർ കർമ്മമേ സിദ്ധി പ്രാപ്തി ഹോ, അവർക്ക് ഓരോ കർമ്മത്തിലും സിദ്ധി, അതായത് സഫലത പ്രാപ്തമാകും. വേ ജോ ബോൽ ബോൽത്തെ വഹ് സിദ്ധ ഹോ ജാത്തെ ഹി, ഇസ്ലിയെ സത്വചൻ കഹാ ജാത, അവരെന്ത് പറഞ്ഞാലും അത് നടക്കും, അതുകൊണ്ടാണ് സത്വചനം എന്ന് പറയുന്നത്. സിദ്ധി സ്വരൂപ ആത്മാവം കാ ഹർ സങ്കല്പ बोल और कर्म सिद्ध प्राप्त होने वाला होता है वर्तन. സിദ്ധി സ്വരൂപ ആത്മാക്കളുടെ ഓരോ സങ്കല്പവും ഓരോ വാക്കും ഓരോ കർമ്മവും സിദ്ധി പ്രാപ്തമാക്കും, അതൊരിക്കലും പാഴാവില്ല. യദി സങ്കല്പ രൂപി ബീജ് ബഹുത് അച്ഛാ ഹെ ലേക്കിൻ ഫൽ അച്ഛാ നഹീം നികൽത്ത तो दृढ़ धारणा की धरनी ठीक नहीं या अटेंशन की परहेज में कमी. അപ്പൊ ബാബ പറയാണ്, നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടക്കും, നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കും. കുറച്ച് കഴിയുമ്പോൾ ബാബ പറയുന്നത് ഈ ഗുരുക്കന്മാരുടെ പറയാറില്ല, നീ ഒരു അധ്യാപകനാകട്ടെ എന്ന് പറഞ്ഞാൽ അധ്യാപകനാവും. നിനക്കൊരു കുട്ടി ഉണ്ടാവട്ടെ, കുട്ടികളില്ല 10-12 വർഷമായി, ശരി നിനക്കൊരു കുട്ടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടാവും.
അപ്പൊ നമ്മൾ എന്താ പറയാ, അത് സിദ്ധനാണ്, സിദ്ധിയാണ്. അപ്പൊ ആ സിദ്ധി നമുക്ക് വരും. അവരുടെ നമ്മുടെ ദേവതാത്മാക്കളുടെ സിദ്ധി എന്നാണ് അവരെടുത്തത്. ഇപ്പൊ വേണ്ട എന്താണ്, നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് നടക്കും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കണം. നമ്മളൊരു കർമ്മം വിചാരിച്ചാൽ അത് ചെയ്യണം. അപ്പൊ ബാബ പറഞ്ഞു, നല്ല ചിന്തിച്ചിട്ട് അത് നടക്കുന്നില്ല. അപ്പൊ അതിന് കാരണം ബാബ പറയാണ്, ഒന്ന് ദൃഢധാരണയാകുന്ന ഭൂമി ശരിയല്ല. വിത്ത് വിതച്ച ഭൂമിയില് ദൃഢതയില്ല. അതായത് വെറുതെ സങ്കല്പിച്ച പോലെ ബാബ ദൃഢത വേണം. രണ്ട്, ബാബ എന്താ പറയുന്നത്, ശ്രദ്ധയാവുന്ന പദ്യമില്ല. ഏതൊരു കാര്യത്തിനും ബാബ പറഞ്ഞു ശ്രദ്ധ ആവശ്യം, ശ്രദ്ധയോടുകൂടിയ പരിചരണം സങ്കല്പങ്ങൾക്ക് ആവശ്യം. അപ്പൊ ഒന്ന് ദൃഢസങ്കല്പമല്ല, നടക്കുമായിരിക്കും. രണ്ട്, ബാബ പറഞ്ഞു ഒരു കാര്യം നടത്തണമെങ്കിൽ അങ്ങനെ അങ്ങ് നടന്നു വരുന്നത്, അതിന് നമ്മുടെ ഒരു പരിചരണം ആവശ്യം, അതില്ല. അതുകൊണ്ടാണ് നടന്നില്ലെങ്കിൽ അതിന് കാരണം ഇത് രണ്ടും. ശ്ലോകം, ദുഃഖി ലഹർ സെ മുക്ത് ഹോനാ ഹെ തോ കർമ്മയോഗി ബൻകർ ഹർ കർമ്മ. ദുഃഖത്തിന്റെ അലകളിൽ നിന്ന് മുക്തമാകണമെങ്കിൽ കർമ്മയോഗിയായി മാറി ഓരോ കർമ്മങ്ങളും. ദുഃഖത്തിന്റെ അലകളിൽ നിന്നും മുക്തമാകണമെങ്കിൽ കർമ്മയോഗിയായിട്ട് കർമ്മങ്ങൾ ചെയ്യൂ. ഓം ശാന്തി. അപ്പൊ ഇന്ന് അധ്യാപകനാണല്ലോ ബാബ, അധ്യാപകനാണ്, പരമാധ്യാപകൻ. സൺഡേ വാണി എന്ന് പറഞ്ഞാൽ എന്താണ്, അവ്യക്തത്തിൽ എത്തിയതിനു ശേഷം അവ്യക്തമാക്കാൻ ഉച്ചരിക്കുന്ന മഹാവാക്യം. അവ്യക്തമാകണമെങ്കിൽ ബാബ പറയും സമ്പൂർണ്ണത ഇല്ലെങ്കിൽ അവ്യക്തമാകില്ല. അങ്ങനെ അങ്ങ് മുക്തിയിലേക്ക് പോകാൻ പറ്റും. ജീവൻ മുക്തനാകാതെ മുക്തി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇഹലോകത്തിന്റെ കാര്യങ്ങളാണ്. കാരണം ഇഹലോകത്തിൽ ജീവിക്കാൻ പഠിക്കാണ്ട് പരലോകത്തിലേക്ക് പോകാൻ പറ്റും, ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പറ്റും. ആളുകൾ വിചാരിക്കുന്നത് ഒളിച്ചോടി അങ്ങോട്ട് പോകാം. ഒളിച്ചോടി പോകാൻ പറ്റില്ല, പൂർണ്ണതയിലേക്ക് എത്താം. അപ്പൊ സാകാരവാണിയിൽ ഇതില്ല, കാര്യം ഉദാഹരണമില്ല. ശിവബാബയുടെ മുമ്പിൽ ഉദാഹരണം വേണം. അപ്പൊ ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷമേ എന്ത് വന്നുള്ളൂ, അവ്യക്തവാണി വേണം. എങ്ങനെ അവ്യക്തമാകാം, അത് ഡീപ്പായ പഠിത്തം. സാകാരവാണി പോലെയല്ല, വളരെ ഡീപ്പാണ്. അപ്പൊ അതെല്ലാ ആഴ്ചയിലും ഒരു ദിവസം വായിക്കാനേ പറയും. പിന്നെ വരദാനത്തിൽ കൂടി ദിവസവും കുറച്ചിട്ട് തരും. അപ്പൊ ഇന്ന് ബാബ എന്തെല്ലാമാണ് പഠിപ്പിച്ചത്, ദൈവമല്ലേ നമ്മൾ പഠിപ്പിച്ചത്. നിസ്സാരക്കാരനായ ഒരു അധ്യാപകനായിരുന്നു. നിസ്സാരമായൊരു ഇതല്ല. ഞാൻ എപ്പോഴും കുറച്ച് അഹങ്കരിക്കേണ്ട കാര്യമില്ലല്ലോ ബാബയുടെ കാര്യം. ഒരു മാസം ഈ ലോകത്തിലെ സകല ഗുരുക്കന്മാർ, അമൃതാനന്ദമയോ രവിശങ്കറോ എല്ലാവരും ഒരു മാസം ഒന്നിച്ചൊരു ഹാളിൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുകയാണെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു വാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത്രയും ഉയർന്ന ബാബ എന്ന് വിളിച്ചില്ല, നിങ്ങൾ മഹാഭാഗ്യശാലികളാണ്. അപ്പൊ ഇന്ന് എന്തെല്ലാം പഠിച്ചു, ഇന്നത്തെ മുരളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചു. ബാബ പറഞ്ഞത് നമ്മൾ പുണ്യാത്മാവായി മാറണമെങ്കിൽ നമ്മൾ സുഖം എടുക്കുന്നവരാകണം, സുഖം കൊടുക്കുന്നവരാകണം. പിന്നെ ബാക്കിയുള്ളവർ പറയട്ടെ. പിന്നെ ബാബ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, ദാനവും ഉണ്ട്, പുണ്യവും. ദാനപുണ്യാദികളാണ് പുണ്യാത്മാക്കളാക്കി മാറ്റുന്നത്. പിന്നെ ബാബ പറഞ്ഞു സ്വരാജ്യ അധികാരി, ബാബയുടെ ബാലക് കുട്ടി. ബാബ പറഞ്ഞു വിശ്വത്തിന്റെ അധികാരിയാവും. അധികാരിയുടെ കുട്ടി അധികാരിയാവും. അപ്പൊ ഇപ്പഴേ നമ്മള് അധികാരിയുടെ കുട്ടി സ്വരാജ്യ അധികാരി, നാളെ ബാബ പറഞ്ഞു വിശ്വരാജ്യ അധികാരിയാവും. അപ്പൊ ബാബ പറഞ്ഞു രാജ്യാധികാരി എന്ന് പറഞ്ഞാൽ പോരെ, രാജ്യാധികാരി എന്ന് പറയുമ്പോൾ ഒരു ലഹരിയുണ്ട്. പിന്നെ പിന്നെ അത് ലാസ്റ്റ് പറഞ്ഞു, മുരളിയിൽ പറഞ്ഞു. ഒരു 4 പേജുണ്ട്. ഈശ്വരീയ ലഹരി നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഞാൻ ഈശ്വരന്റെ കുട്ടിയാണ്, ഈശ്വരൻ എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്, ഞാൻ നിസ്സാരമായൊരു വിദ്യാർത്ഥി അല്ല. അത് എന്നെ പഠിപ്പിക്കുന്നത് സാക്ഷാൽ ദൈവം തന്നെ അധ്യാപകനായിട്ട് പഠിപ്പിക്കാം. കാരണം ഇതാണ് ഗീത, ഇതാണ് കൃഷ്ണ അർജുനൻ. പിന്നെ എന്തെല്ലാം പോയിന്റ്, 4 പേജ് ദൈവം നമ്മൾ പഠിപ്പിച്ചിട്ട് ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക്. ഇവിടെ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ പിന്നെ അങ്ങനെ ധാരണ ചെയ്യും. ബാബ പറയാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ. നമ്മളെ ഈ ബാബയെക്കാളും അല്ലെ ഈ പല പല ആൾക്കാരും ബാബ പറയും ഡോൺ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പറയും എന്റെ മുമ്പിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നവർ, എന്റെ മുമ്പില് ഇത് ദൈവം തന്നെ ആണോ എന്ന് പറഞ്ഞിരിക്കുന്നവര്, ഇതെന്ത് പഠിത്തമാണെന്ന് പറഞ്ഞിരിക്കുന്നവർ.
അപ്പൊ ബാബ നമ്മളോട് ഒരു പോയിന്റ് പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ആരാന്ന് എനിക്കറിഞ്ഞു, എന്റെ മനസ്സ് ഇത് കണ്ട് ഉടയാൻ പോകാം. അവർ എന്റെ മനസ്സ് ഇത് കണ്ട് ഉടയില്ല, അവർക്ക് തന്നെ നഷ്ടം. ഗീതയിലെ ഒരു പോയിന്റ് എടുത്ത് പറയുന്നു ഭഗവത്ഗീത, അത് അജ്ഞാനികളോടല്ല, ജ്ഞാനികളോടാണ്. അവജാനന്തി മാമൂടാ, എന്നെ നിന്ദിക്കും മനുഷ്യൻ. ഞാൻ ആരാണെന്നറിയാണ്ട് എന്നെ നിന്ദിക്കുന്നവരും. അപ്പൊ അതിൽ ബാബ പറയും, ഏറ്റവും വലിയ നിന്ദ അച്ഛനോടും അമ്മയോടും കാണിക്കാൻ അവർ ക്ഷമിച്ചു. ഒരു ഗുരുവിനും ഒരു അധ്യാപനം നമ്മൾ അങ്ങനെ ക്ഷമിക്കേണ്ട കാര്യം, അവർക്ക് പിടിച്ച് പുറത്താക്കാനുള്ള അവകാശം. അപ്പൊ ഏറ്റവും വലിയ നിന്ദ അധ്യാപക രൂപത്തിൽ തന്നെ, അധ്യാപക രൂപത്തിലാണ് നമ്മൾ ബാബയെ കൂടുതൽ നിന്ദിക്കുന്നത്. അപ്പൊ അതിലൊന്നാണ് മുരളിയില് ഡോണ്ട് കെയർ. മുരളി ഡോണ്ട്, അതിലൊരു ഉള്ളിലൊരു ഇതാണ് നമ്മൾ എത്ര കണ്ടിട്ടുണ്ട്. ജ്ഞാനദാനമാണ്. അപ്പൊ ബാബ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്, നമ്മള് പുണ്യ ആത്മാവായി മാറണം. ബാബ പറയാണ് ജീവിതത്തിൽ, ബാബ പറയാണ് പുണ്യങ്ങൾ നിറച്ച് കൊണ്ടുപോകും. അതിനൊരു പോയിന്റ് പറയും, അതിന് എന്ത് വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ അതാണല്ലോ, ചെക്ക് ചെയ്യണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നത് വരെ ഞാൻ പുണ്യത്തിന്റെ പ്രവർത്തികൾ ശേഖരിച്ചല്ലോ. അതിന് ബാബ പറഞ്ഞു, അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ശ്ലോകം തന്നിട്ടുണ്ട്, നിങ്ങൾക്കും അതറിയാൻ പറയുകയും ചെയ്യുന്നത് ഓർമ്മിച്ചിട്ടുണ്ട്. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. ബാബ അതിൽ പകുതിയിൽ കുട്ടികൾ സങ്കല്പം എടുത്ത് വിജയിക്കുന്നുണ്ട്. എല്ലാവരും ബാബ പറഞ്ഞാൽ ഭൂരിഭാഗം പേര് വിജയിക്കുന്നു. ദുഃഖം കൊടുക്കുന്നില്ല, വേണ്ടാന്ന് വിചാരിക്കും, വേണ്ട വിട്ടേക്കാം, അങ്ങനെ വിടാനുള്ള ഒരു ഇതായി. രണ്ട് പറയേണ്ടതാണ്, വേണ്ട വിട്ടേക്കാം പറഞ്ഞു പോയാൽ ദുഃഖം കൊടുത്തു. പക്ഷെ ബാബ പറയണ പകുതി ഭാഗം തിരിച്ചു കളയാണ്. പകുതി ഭാഗം എന്താണ്? ബാബ ദുഃഖം എടുക്കണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചേക്കും. ഒരാള് നമ്മളെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു ആ ദുഃഖം എടുക്കേണ്ട കാര്യമില്ല. ബാബ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുഃഖം കൊണ്ട് സഞ്ചി നിറയ്ക്കാൻ, മറ്റുള്ളവരെ നൽകുന്ന അഴുക്ക് വസ്തുക്കൾ എടുത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഴുക്ക് വസ്തുക്കൾ, അതായത് ദുഃഖം എടുത്തു വയ്ക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നു? ബാബ പറഞ്ഞു രോഗാണുക്കൾ വരും, അല്ലെ? ആ രോഗാണുക്കളാണ് നമുക്ക് വെറുപ്പ്, അസൂയ, അല്ലെങ്കിൽ അവര് ശരിയല്ല, മറ്റേതാണ് മതി, കണ്ടമാന രോഗാണുക്കള് ഈ ദുഃഖം എടുക്കുന്നുണ്ട്. അവര് പറഞ്ഞു പോയി നമുക്കെന്താ? അത് വഴി പോയ സാധനം നീ എന്തിനാ എടുക്കാൻ പോയി? നമ്മുടെ സ്വസ്ഥത എന്തിനാ കളയുന്നത്? ബാബ പറഞ്ഞ എന്താണ്? ദുഃഖം കൊടുക്കാതെയും എടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മള് ചിന്തയില്ലാത്ത ചക്രവർത്തികളായി. വേറെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം, നല്ലത് ചെയ്യാൻ വേണം. ബാബ പറഞ്ഞു ആവശ്യമില്ലാണ്ട് കിടന്ന് ദുഃഖിക്കുകയും ചെയ്യും. ബാബ പറഞ്ഞു ഞാൻ തന്നിരിക്കുന്ന സേവ ചെയ്യണം, പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ടെൻഷൻ പിടിക്കുന്നത്? അത് ഞാനല്ല നോക്കേണ്ട കാര്യം, അല്ലെ? ബാബ പറയണു അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഞാൻ തന്നിട്ടില്ല. അപ്പൊ അതാണ് ഫസ്റ്റ് വാണിയിൽ പറഞ്ഞ് കർമ്മയോഗത്തിന്റെ കല നമ്മൾ ഉയർത്തി. ഓരോ ഏത് കർമ്മം ചെയ്യുമ്പോഴും, കർമ്മഫലം വരുമ്പോഴും ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥയിൽ ഭാരരഹിതമായിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു കർമ്മവും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാണ്ട് ഭാരരഹിതമായിട്ടിരിക്കാം. അതാണ് സന്യാസികളെ ഒന്നും, ഇതൊക്കെ പുലിവാല, കുടുംബവും കൃഷി മറ്റതും മറിച്ചത്, ഇതൊന്നും വേണ്ട. എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? മരത്തിന്റെ ചുവട്ടിലും കിടന്ന് ഉറങ്ങുക, പിന്നെ ഭിക്ഷാനം നല്ലൊരു അന്നം ഉണ്ടല്ലോ, ആരെങ്കിലും കൊണ്ടുതരും, അത് കഴിച്ച് പോയിട്ടിരുന്നാൽ പോയി. വേറെ അങ്ങനെയല്ല, രാജാവാകും. എല്ലാ കർമ്മങ്ങളും ചെയ്യാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരെ വാർത്തെടുക്കാനാണ് രാജ്യം. വേറെ എല്ലാം ചെയ്തുകൊണ്ട് ഒരു ചിന്തയില്ല, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കും. എല്ലാ കർമ്മങ്ങളിലും ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തതിൽ പോയി ഇടപെടും. അതിന് പോയി ഡിവൈഎഫിൽ ചെന്ന് പ്രവർത്തിച്ചേക്കാം, കോൺഗ്രസിൽ പോയി യുദ്ധം ചെയ്യാൻ പോകാം, എന്നിട്ട് ചിന്തയില്ലാണ്ടിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെ? യോഗി സർവകർമ്മ പരിത്യാഗി എന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്തതിൽ പോകരുത്. ബാബയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും സാഹസ ബുദ്ധിയോടുകൂടി ഇറങ്ങി. അപ്പോഴാണ് ബാബ പറയുന്നത് 10,000 സ്വഭാവമുള്ളവരായിട്ട് ഇടപെടേണ്ടത്. അവർ നീ ചെയ്തു പൊക്കോളും, തിരുത്തിയും പോയിക്കൊള്ളും, മുന്നോട്ടും പോയിക്കൊള്ളും. അങ്ങനെ ബാബ പറയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാബ പറയാം ഒരു സംതൃപ്തമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദുഃഖം എടുക്കാതെ, ദുഃഖം കൊടുക്കാതെ ബാബ പറയാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മള് ഭർപൂർ അവസ്ഥ, ഒരു നിറഞ്ഞ അവസ്ഥ വരും. ആ നിറവുള്ള അവസ്ഥയാണ് ബാബ പറയുന്നത് ബാദ്ഷാഹ്, സാമ്രാട്ട്. ബാബ സാമ്രാട്ടിന്റെ മുമ്പിൽ ആരെങ്കിലും കിടന്ന് പഠിച്ചാൽ അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. വേറെ എല്ലാവർക്കും ഒരു സ്ലോഗൻ ഉണ്ട്, അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ബാബ, അവരങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ബാബ. അപ്പൊ ബാബ എന്ത് പറഞ്ഞു? അത് എൻ്റെ അടുത്ത് പറയാം. അവർക്ക് കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് എടുക്കാതിരിക്കാനുള്ള വിവേകവും തൻ്റെ ഇടം നിനക്കുണ്ടായിരിക്കും. അത് ബാബ പറയണു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ നമ്മൾ എന്ത് പറയുന്നത്? തപസ്യ എന്ന് പറഞ്ഞാലാണ് ഒരാൾ നിന്ദിപ്പിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ അത് സുഖമായിട്ടും പ്രശംസയായിട്ടും എടുക്കാൻ
നമുക്ക് ഒരു പരിവർത്തനത്തിന്റെ ശക്തി കൊണ്ടുവരുന്നവരെയാണ് തപസ്യ. പറഞ്ഞു ഈ ലോകം അങ്ങനെയൊന്നും മാറുമെന്ന് വിചാരിക്കും. ഈ ലോകം മാറണമെങ്കിൽ നമ്മളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അതുകൊണ്ട് അധ്യാപകൻ എന്ന നിലയിൽ ബാബയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക. എന്തുകൊണ്ടെന്നാൽ കണ്ടമാനം ഇനിയും പഠിക്കാനായിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, ഒരു 10% പോലും നമ്മളൊന്നും ആയിട്ടില്ല എന്ന വിചാരത്തോടെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. മുരളിയോട് കുറച്ച് ഒരു ആദരവ് വരും. ബാബയുടെ വിദ്യാലയത്തിനോടും നമുക്ക് കുറച്ച് ആദരവ്. ഓം ശാന്തി. ഇല്ലെങ്കിൽ നഷ്ടം കണക്കെടുക്കുന്നത് ബ്രഹ്മകുമാരി അല്ല, ബ്രഹ്മകുമാരനല്ല, കണക്കെടുക്കുന്നത് നീയും ഞാനും തമ്മിലുണ്ടാവും, വേറെ ആരും. ഓം ശാന്തി. നമ്മള് വെള്ളിയാഴ്ച